ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി പോഡ്കാസ്റ്റ്. വെൽക്കം ഗൈസ്, വെൽക്കം. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പനിയായിരുന്നു, അതുകൊണ്ടൊക്കെ ആയിരുന്നു ഒരാഴ്ച സ്കിപ്പായി. പക്ഷേ ഞങ്ങൾ എന്തായാലും ഇനി അങ്ങനെ വരാതിരിക്കാൻ നോക്കാം. പിന്നെ ഞങ്ങൾ ആലോചിച്ച് ചുമ്മാ കണ്ടന്റിന് വേണ്ടി കണ്ടന്റ് ഇടുന്നത്. അതെ, കാരണം എനിക്ക് ഉറപ്പാ ഇപ്പോൾ ചാനൽ മോണറ്റൈസ്ഡ് ആയി അത്യാവശ്യം പേര് കാണുന്നുണ്ട്. ഞങ്ങൾക്ക് ഉറപ്പാ എല്ലാ ആഴ്ചയിലും 2-3 വെച്ച് പമ്പ് ചെയ്താൽ പൈസ കിട്ടും. പക്ഷെ we don't want that. നമുക്ക് ഫ്രീഡം വേണം ഗൈസ്. നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഫ്രീഡം, ഇത് ചെയ്യാതിരിക്കാനുള്ള ഫ്രീഡം, പിന്നെ അതുപോലെ തോന്നുന്ന പറയാനുള്ള ഫ്രീഡം, അതൊക്കെയാണ് ഇവിടെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫ്രാങ്ക്ലി സ്പീക്കിംഗ്. അതുകൊണ്ടാണ് ഞങ്ങൾ എന്താ വിചാരിച്ച ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ. സോ അതുപോലെ വേറൊരു കാര്യമുണ്ട്, വി റീച്ച്ഡ് 3000 സബ്സ്ക്രൈബേഴ്സ്. താങ്ക് യു ഗൈസ്. 3000. You guys are the real OG. 3000 പേര് സബ്സ്ക്രൈബ് ചെയ്തു. ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ ഇന്നലെ ഇച്ചിരി ബാർബിക്യൂ ഒക്കെ അടിച്ച് വി ഹാഡ് എ ഗുഡ് നൈറ്റ് യെസ്റ്റർഡേ. അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ഇന്നത്തെ മെയിൻ സാധനം മൂണാണ്. അതിൽ പോകുന്നതിന് മുന്നേ ഇനി ഒരു 2-3 കാര്യങ്ങൾ വി ഹാവ് ടു ടോക്ക് അബൌട്ട് ജിയോ പൊളിറ്റിക്സ്. Nobody is talking about what's happening in Bangladesh. Are you aware of that? ബംഗ്ലാദേശിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുക, നേപ്പാളിൽ പ്രശ്നങ്ങൾ നടക്കുക. നമ്മുടെ ബംഗ്ലാദേശിലെ സിറ്റുവേഷൻ ഇസ് സോ ബാഡ്. ഞാൻ നോക്കിയപ്പം അവിടുത്തെ ഹിന്ദു റിലീജിയനകത്തുള്ള ഹയർ പോസ്റ്റ് ഇരിക്കുന്നവരെല്ലാം അവരെ റിസൈൻ ചെയ്യുക. കാരണം ജുഡീഷ്യറിയിലെ ലെജിസ്ലേറ്റീവില് ലിറ്ററലി ദേ വോണ്ട് 0 ഹിന്ദുസ്. കാരണം എല്ലാവരെയും റിസൈൻ ചെയ്യിപ്പിക്കുക, അല്ല തട്ടുക. അവരുടെ പ്രോപ്പർട്ടി സീസ് ചെയ്യും. ദേ ഡോണ്ട് വോണ്ട് എനിബഡി വിത്ത് റിച്ച്നെസ് അതർ ദാൻ ഹിന്ദുസ് ഓർ ക്രിസ്ത്യൻസ്. ഇസ്ലാം മതത്തിന് മാത്രം മതി എന്നാ പറയണേ. ദേ ആർ മാസക്കറിങ്. ഞാനത് കണ്ടു. ഒരു ആളെ റോഡിൽ ഇട്ട് തല്ലിക്കൊന്നിട്ട് വലിച്ചോണ്ട് പോകുന്ന, ചത്ത ശവം വലിച്ചോണ്ട് പോകുന്ന വീഡിയോ ഒക്കെ കണ്ടു. ആൻഡ് റേപ്പിംഗ് ഹിന്ദു വിമൻ. എനിക്കെന്തോ എല്ലാം പാലസ്തീൻ ഗാസ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വൈ നോട്ട് ബംഗ്ലാദേശ്? എന്താ സേവ് ബംഗ്ലാദേശ് എന്താ വരത്തില്ല. സേവ് ബംഗ്ലാദേശ് വരട്ടെ. അത് വരുന്ന വരെ നമുക്ക് സേവ് പാലസ്തീൻ അങ്ങോട്ട് മാറ്റിയോ. ബ്ലഡ് ഓഫ് എ കമ്മ്യൂണിറ്റി, അതൊരു വൃത്തികെട്ട സംഭവമാണ്. എല്ലാ സഹതാപം, സന്തോഷം തോന്നുന്ന അടിപൊളി പോസ്റ്റുകൾ കുറെ ചേച്ചിമാരൊക്കെ ഇടും. ആ ചേച്ചിമാരൊക്കെ ഇടുന്ന കണ്ട് നമ്മളങ്ങ് കരഞ്ഞു പോവും. സേവ് പാലസ്തീൻ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഈ വേറെ ആരോടും ഈ സിമ്പതി ഇല്ല. ഇതേ പുള്ളിക്കാരി, ഞാൻ പേരെന്ന് പറഞ്ഞത്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ഫ്രണ്ട്, അവിടെ ഞാൻ പുള്ളിക്കാരി റിപ്ലൈ ഒക്കെ അയച്ചപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്തു. അപ്പം പുള്ളിക്കാരി അതുപോലെ സിമ്പതിയുടെ അങ്ങേ അറ്റവാ. അവര് ഒരു പോസ്റ്റ് ഇട്ടത്, അതാ ഞാൻ ചോദ്യം ചെയ്തത്. ടെററിസ്റ്റുകളെ ഇനി കൊന്നിട്ട് എന്തിനാ? അവർക്കും കുടുംബമില്ലേ? അവർക്കൊരു അമ്മയില്ലേ കരയുന്ന എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മ ഇങ്ങനെ തട്ടൊക്കെ ഇട്ട് കരയുന്നൊരു ഫോട്ടോ. അച്ഛൻ നന്മ കൂടി പോയിട്ട് ഞാൻ റിപ്ലൈ ചെയ്തു. അപ്പോഴേ എന്നെ ബ്ലോക്ക് ചെയ്തു. ഗോയിങ് ഗുഡ്. ശരിയായപ്പോ അങ്ങനെയുള്ള നോ പോയിന്റ് ഇൻ ആർഗ്യൂയിങ് വിത്ത് പീപ്പിൾ ഹു ആർ നോട്ട്. എൻ്റെ അടുത്ത് ഇന്ന് വന്ന് ഫ്ലാറ്റ് എർത്ത് അത് പറഞ്ഞ ഞാൻ അതിനെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. ഞാൻ അതിനെ ചിന്തിക്കും. അങ്ങനെയുള്ള ഒരു ഗൈസ്, എൻ്റെ ഒരു കോളേജ് ലൈഫിൽ നിന്ന് എൻ്റെ ജൂനിയേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞെടുത്തുള്ള ഒരു സെയിം സാധനം നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. നിങ്ങളുടെ എല്ലാ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക്കൽ അലൈൻമെൻ്റ് എല്ലാം ഒരു പാർട്ടിയായിട്ട് അലൈൻ ചെയ്യുകയാണെങ്കിൽ യു ആർ നോട്ട് എ ഓപ്പൺ ഫെല്ലോ, യു ആർ ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരു പാർട്ടിയുടെ ഒരു ആഴ്ച 100 നയങ്ങളുണ്ടാക്കും. 100 നയങ്ങൾക്കും ഞാൻ സപ്പോർട്ടാണെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ നോട്ട് എ ഫ്രീ തിങ്കർ. നീ പാർട്ടി എന്ത് പറയുന്നു അത് തിന്നാൻ നിൽക്കുന്നതാണ്. ഇപ്പൊ ഞങ്ങൾക്ക് BJP ഇഷ്ടമല്ല, ഞങ്ങൾക്ക് കോൺഗ്രസിനെ ഇഷ്ടമല്ല, മുസ്ലിം ലീഗിനെ ഇഷ്ടമല്ല, അതുപോലെ വേറെ കുറെ ഉണ്ട്. ആം ആദ്മിയെ കുറച്ച് ഇഷ്ടമായിരുന്നു, പക്ഷെ അവന്മാരും കള്ളന്മാരത് മനസ്സിലായി. നമ്മളുടെ ആകെ വാദം ഒരു 7-10 പാർട്ടീസ് കൊണ്ടുവരണമെന്നാണ്. വി നീഡ് ഗുഡ് കോമ്പറ്റീഷൻ. ഇതിപ്പോ ഒന്നെങ്കിൽ ഹിന്ദുക്കൾ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പ്രോക്സിയായ കമ്മ്യൂണിസ്റ്റ് ആൻഡ് കോൺഗ്രസ്, അല്ലെ ഹിന്ദുക്കളുടെ ഇഴവര്. അതെ, ഈ കമ്മ്യൂണിറ്റീസിന്റെ മാത്രമേ പാർട്ടി വരുന്നുള്ളൂ. കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റും ഈസ് എ മുസ്ലിം പാർട്ടി എന്ന് ഞാൻ എൻ്റെ റിസർച്ച് വഴി കണ്ടുപിടിച്ചതാണ്. മുസ്ലിം ഫണ്ടഡ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു മുസ്ലിം പാർട്ടിയാണ്. അത് ഇതുവരെ ലോകം വെളിയിൽ അറിയാതിരിക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ PR ടീമൊക്കെ കൊണ്ടുവന്ന് ഇവർ ഇലക്ഷന് നിർത്തുന്നതൊക്കെ KR വാസുദേവൻ നായർ, അമ്പാറ്റി പോറ്റി,
ഇങ്ങനെയുള്ളവരെ ഇലക്ഷനിൽ നിർത്തിയിട്ട് പ്രോക്സി ആയിട്ട് വെക്കുകയാണ്. എവ്രി റൂളിംഗ് ഇൻഡിവിജ്വൽ, എവ്രി മേജർ ഡോണേഴ്സ്, എവ്രി എന്താ പറയുന്നത് ഡൊണേഷൻസ്, മണി ക്യാൻ ബി ട്രേസ് ബാക്ക് ടു ഇറാൻ ആൻഡ് അതർ കൺട്രീസ്. അതൊന്നും ഞാൻ പോകുന്നില്ല. ഗോയിങ് ടു എ സ്പോട്ട്ലൈറ്റ്. Yeah, ഇത് കട്ട് ചെയ്യുന്നതായിരിക്കും നോ ഇത് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അവർ ഈ TV നോക്കുമ്പോഴേ ഉള്ളൂ ചോമ്പ് മാറിക്കഴിഞ്ഞാൽ. എനിക്ക് ഒരു ചോദ്യം ചോദിക്കുകയാണ്. 24 ന്യൂസ് ഏഷ്യാനുണ്ട് ഇവരെന്ത് കക്കയെ പറയുന്നത്? ബംഗ്ലാദേശ് കവർ ചെയ്യുന്നില്ല, നോർത്ത് ഇന്ത്യ കവർ ചെയ്യുന്നില്ല, എന്തിന് തിരുവനന്തപുരത്ത് കവർ ചെയ്യുന്നില്ല? എടാ അതാണ് പറഞ്ഞത്, ഈ ചാനലുകളെല്ലാം ദേ ആർ കൺട്രോൾഡ് ബൈ എ ലോബി ദാറ്റ് ഈസ് ഫേവറിംഗ് പാലസ്റ്റീൻ ആൻഡ് വേറെ സാധനം ഉണ്ട്. ഇപ്പം കമ്മ്യൂണിസ്റ്റ് ഹിന്ദു പാർട്ടിയാ. അയ്യപ്പന്റെ വോട്ട് കിട്ടില്ല മരത്തേയും. അതൊക്കെ വെറുതെ ആണ്. അതൊക്കെ ചുമ്മാ ഭാരത് മാതയുടെ ഫോട്ടോ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്യാതെ ഇറങ്ങിപ്പോയ മന്ത്രിയൊക്കെയാണ് നീ വോട്ട് ചെയ്യുന്നത്. ബ്രോ, ഐ വാസ് എ കമ്മ്യൂണിസ്റ്റ് ഗൈ ബാക്ക് ഇൻ കോളേജ്. ഇപ്പം ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റിനെതിരെ. നോ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന വോട്ട് മെഷീനിൽ കൊണ്ടുവരണമെന്ന്, നോട്ടേ അല്ല, നോ കമ്മ്യൂണിസ്റ്റ് അത് കൊണ്ടുവരണമെന്ന് പറയുന്ന ആളാണ് ഞാൻ. കാരണം അത്രയ്ക്ക് വൃത്തിയോട്ടൊരു പാർട്ടി എൻ്റെ ജീവിതത്തിൽ കാണുന്നത്. ലോക്കൽ നേതാക്കന്മാരെയോ അല്ലാതെ ചെറിയ നേതാക്കന്മാരെയോ ഒന്നുമല്ല പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ലാൻഡ് മാഫിയ കമ്മ്യൂണിസ്റ്റ് ആണ്. കാരണം കമ്മ്യൂണിസ്റ്റ് ഭരണം ചെയ്തപ്പോഴാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലാൻഡ് മാഫിയ ആയിട്ട് 4000 ഏക്കറോ 40,000 ഏക്കറോ എത്രയോ, ഐ ഡോണ്ട് റിമെമ്പർ, ഇത് വക്കഫിന് എഴുതി കൊടുത്തത് ചുമ്മാ ഫ്രീ ആയിട്ട്. അപ്പം അങ്ങനെ ഒരു നിയമം ഇന്ത്യയിലില്ല. കേരളം എഴുതി ഞാൻ കൊടുത്തു. പിന്നെ അണ്ണന്മാർ മോളി വന്നതെല്ലാം തിരിച്ചു പിടിച്ച്, അത് വേറെ കാര്യം. ഇനിയിപ്പോൾ വക്കഫ് അതൊന്നും നടക്കത്തില്ല. കാരണം വക്കഫ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇപ്പം നാളെ നിയമം അനുസരിച്ച്, വക്കഫിൻ്റെ നിയമം അനുസരിച്ച് നാളെ പള്ളിയിൽ നിന്ന് ഒരാൾ വന്ന് പറയാ, പപ്പു മോനെ ഈ വീട് ഞങ്ങളുടേതാ, ഞങ്ങൾ ഇതിൽ കയറുകയെന്ന് പറഞ്ഞ് കയറിയാൽ ഈ വീട് എൻ്റെതാണെന്ന് പ്രൂവ് ചെയ്യുന്നവരെ ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല എന്നാണ് ശരിയാ വക്കഫ് നിയമം. ഞാൻ പ്രൂവ് ചെയ്യണം. ആരെടുത്താ പ്രൂവ് ചെയ്യുന്നത്? ആ പള്ളിയിൽ നിന്ന് വന്നില്ലേ അവരോട്. ഈ നിയമം എടുത്ത് ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ. ബട്ട് യു ആർ പുട്ടിംഗ് us on a spotlight. It doesn't matter. ഇത് ഹാപ്പൻ ചെയ്യുന്ന ഇന്ത്യയിലാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളിലുള്ള ടെറിട്ടറിയിലാണ് നടക്കുന്നത്. എന്നിട്ട് അതെടുത്ത് മാറ്റിയതിന് ഈ കേന്ദ്ര ഗവൺമെന്റിനെ തെറി വിളിച്ചത്. എന്റെ മൈൻഡ് ഇപ്പൊ എന്താ പോണത് അറിയോ? റീസെന്റ് ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്യുമ്പോൾ ഒരു ഇൻഡെക്സ് കണ്ട്, ജേർണലിസ്റ്റിന്റെ ഡെത്തുകൾ. ഒരാളെ സെപ്റ്റിക് ടാങ്ക്, ഒരാളെ വാട്ടർ ടാങ്ക്, ഒരാളെ മണ്ണിന്റെ അടി. എടാ എന്തായാലും എല്ലാവരും മരിക്കും. അത് കഴിഞ്ഞാൽ റീബോൺ ചെയ്യും. റീബോൺ ആവാതിരിക്കുന്ന കാർമിക് സൈക്കിൾ നിർത്താൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ മനുഷ്യനുണ്ട്, മൃഗങ്ങളുണ്ട്, ആണുണ്ട്, പെണ്ണുണ്ട്, നല്ലവനുണ്ട്, ചീത്തയുണ്ട്, മുസ്ലിമുണ്ട്, ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യനുണ്ട്, ബുദ്ധിസ്റ്റ് ഉണ്ട്. ഇതൊക്കെ ഡിവിഷൻസ് ആണ്. ഇതിലൊന്നും BJP കാണിക്കുന്ന പൊട്ടത്തരം എല്ലാം ഇതാണ്. മതം വെച്ചുള്ള പാർട്ടി നിൽക്കുക. പിന്നെ ഉള്ളതിൽ ഭേദം ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയാണെന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഞാൻ അവർക്കും വോട്ട് ചെയ്യാൻ പോണില്ല. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദി മൂൺ. എനിക്ക് ജീവനി കൊതിയുണ്ട്. നമുക്ക് മൂണില് പോയിട്ട് തിരിച്ചു വരാം. മൂണില് പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം. 3 എപ്പിസോഡ് ഇറ്റ്സ് ഗോണ ബി എ 1 അല്ല 2 or 3 എപ്പിസോഡ്. കാരണം നമുക്ക് അത്ര മാത്രം നോളജ് മൂണിനെ പറ്റി പറയാനുണ്ട്. അതും ചുമ്മാ വന്ന് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യമേ മൂൺ എന്താണ്, ചന്ദ്രൻ എന്താണ്, എന്നും രാവിലെ എന്നും രാത്രി അത് മുകളിലുണ്ടെങ്കിൽ നമ്മളാരും അതിനെ നോക്കാറ് പോലുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഭാസങ്ങളിൽ ഒന്നാണ്. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് മിസ്റ്റീരിയസ് ഒബ്ജക്റ്റ് ഇൻ ദ ഹോൾ യൂണിവേഴ്സ് ഹ്യൂമൻസിന്. അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ, എന്തുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. എന്താണ് ചന്ദ്രൻ, എന്തുവന്നു വന്നു, എങ്ങനെയാണ്, ഇതൊക്കെ പറഞ്ഞ് പതുക്കെ പോയിട്ട് നമുക്ക് ചന്ദ്രനെ പറ്റിയുള്ള ഏൻഷ്യൻ വേദാസിലോട്ട് കയറണം. ഏൻഷ്യൻ വേദാസിലോട്ട് കയറിയിട്ട് ചന്ദ്രനെ പറ്റിയുള്ള വേറെ മെസൊപ്പൊട്ടേമിയൻ, സുമേരിയൻ തെളിവുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്, അതിലോട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് മോഡേൺ സയൻസിലോട്ട് വരണം. ഇതുപോലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വേണം നമുക്ക് മൂൺ എന്താണെന്ന് നിങ്ങളുടെ മുന്നിലോട്ട് പ്രസന്റ് ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾ 10 മിനിറ്റ് നിർത്തിയിട്ട് പോകും. കാരണം അപ്പൊ ഇതൊരു ജേണിയാണ്. ഇവനൊന്നും ഞാൻ പറയുന്നില്ല, ഞാനൊരു 2-3 വർഷം കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ 1-2 മണിക്കൂർ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുകയാണ്. ഇറ്റ്സ് എൻ ഇമ്പോസിബിൾ ടാസ്ക്. പക്ഷേ
ഞാൻ പറ്റുന്ന പോലെ ക്യൂരേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയുക. കണ്ടിന്യൂ ചെയ്യണോ അതോ ചുമ്മാ ടൂ മച്ച് ആണ്, ഇത് വേണ്ട, ബോറാവുന്നു എന്ന് പറയുക. നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് നോക്കാം. സോ വേർ ഡു യു വോണ്ട് ടു ബിഗിൻ? ഒന്ന് എനിക്ക് ബിഗിൻ ചെയ്യണം. നാസ മുന്നിൽ കാല് കുത്തിയിട്ടുണ്ട്. ആ ഫുട്ടേജ് കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. പാറ്റയെ പല്ലിയും. നമ്മളെ ഇന്ത്യ ഈയിടെ സൗത്തില് മറ്റേ റോവർ ലാൻഡ് ചെയ്തില്ലേ? ഹൗ വാസ് ഇറ്റ് റെപ്രസെന്റഡ്? അതിന്റെ ഡേറ്റ വെച്ച് നമുക്കൊരു അനിമേഷൻ ഇവിടെ പ്ലേ ചെയ്ത്. ആ സമയത്താണ് അമേരിക്ക 4K വീഡിയോ ജിംബിൾ സ്റ്റെബിലൈസേഷൻ പോട്ടെ, അവൻ മൂണിനകത്ത് ഒരു ബഗ്ഗി ഓടിച്ച് ഡ്രിഫ്റ്റ് ചെയ്തോണ്ട് പോകുന്നത്, ജമ്പൊക്കെ ചെയ്ത്. നമ്മുടെ റോവറിന് എത്ര ഡിസ്റ്റൻസ് വേണം, എത്ര മണിക്കൂർ? 1 hour 2 feet 3 feet ഒന്നുമാണ് കവർ ചെയ്തത്. 1 hour പയ്യൻ ടോക്കിയോ കേറി ഗ്യാസിൽ നിന്ന് പറഞ്ഞു പോവാ. അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ അടുത്ത എപ്പിസോഡിൽ വരും. ഈ എപ്പിസോഡിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. മൂൺ ലാൻഡിങ് ഫേക്ക്. ഞാനൊരു കോൺസ്പിറസി വിശ്വസിക്കുന്നതിനാണല്ല. മൂൺ ലാൻഡിങ് കോൺസ്പിറസി അല്ല, അത് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ മണ്ടനാവണം ബ്രോ. അത് ആരും നമ്മൾ പഠിച്ചിട്ട് മാത്രമേ ഉള്ളൂ. സത്യം. കാരണം നമ്മളെല്ലാം മണ്ടന്മാരായിരുന്നു. ഇപ്പൊ പയ്യെ ഇന്റർനെറ്റ് തന്നെ ഫുട്ടേജ് പോയി. നമ്മളെല്ലാം മണ്ടന്മാരാണ്. കാരണം നമ്മളാകെ സ്കൂളിൽ പഠിക്കുന്നത് ആദ്യത്തെ ചന്ദ്രനെ കാല് കുത്തിയത് 1967 നീൽ ആംസ്ട്രോങ്. അതിന് വീഡിയോ ഇത്രേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇത് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നീൽ ആംസ്ട്രോങ്ങിന്റെ വീഡിയോ എടുത്ത് ക്യാപ്സൂൾ പൊങ്ങുന്നതിന് മുന്നേ ഒന്ന് സൂം ചെയ്ത് നോക്കി ഒരു എലിയെ കാണാം. കണ്ടിട്ടുണ്ടോ നിങ്ങള്? വേറൊരു സംഭവം അത് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടാം. കോപ്പിറൈറ്റ് കിട്ടും, പക്ഷെ എന്തായാലും വേണ്ടില്ല, അത് നമ്മൾ ഇടും. എലി, പാറ്റ, ഇതുപോലുള്ള സാധനങ്ങൾ സ്പേസ് സ്റ്റേഷന്റെ പുറത്ത് സ്പേസിൽ കൂടെ ഒരാൾ റിപ്പയർ ചെയ്യുന്നതിന്റെ ഒക്കെ മുകളിൽ ഒരു പക്കി പറന്നു പോകുന്നു. ഇത് നമ്മൾ നാസ പോലും ശ്രദ്ധിക്കാത്ത കാര്യങ്ങള് നാസയുടെ സൈറ്റിൽ നിന്ന് റെഡിറ്റിലെ അണ്ണന്മാരെ എടുത്ത് ക്രോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് നമ്മൾ പ്രസന്റ് ചെയ്യും. വേറെ സംഭവം ഉണ്ടല്ലോ, ഈ നാസയുടെ മറ്റേ ജേർണലിസം നീൽ ആംസ്ട്രോങ് അവന്മാരൊക്കെ തിരിച്ചു വന്നിട്ട് പ്രസ് മീറ്റിൽ വയ്ക്കത്തില്ലേ? അപ്പൊ നീൽ ആംസ്ട്രോങ് പറയും, ഞാൻ ആദ്യമായിട്ട് കാല് കുത്തുന്ന വീഡിയോ ഇട്ടത്. അപ്പൊ മറ്റേ അയാൾ നോക്കിയപ്പോ വീഡിയോ വരെ എടുത്തത്. അപ്പൊ 2 സെക്കൻഡ് ആലോചിച്ചിട്ട് പറയും, അത് ഞാൻ കേറിയിട്ട് വീണ്ടും ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി നടന്നത്. അതുണ്ട് പയ്യനെ പെട്ട് സീന. കാരണം വേറൊരു വീഡിയോ ഉണ്ട്, ഈ മൂൺ ലാൻഡിങ് എല്ലാം കഴിഞ്ഞിട്ട് ഷട്ടില് മുകളിലോട്ട് പറന്നിങ്ങനെ പോകും. അതൊരു ക്യാമറ ഇങ്ങനെ പോകും, ഒരാളെ തോളെ വെച്ചിട്ട് ഇങ്ങനെ പോകും. അവനെ മൂടി കളഞ്ഞിട്ട് പോയി. അപ്പൊ ആ പുള്ളിയെ മൂടി കളഞ്ഞാതോ എന്തോന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് പിന്നെ അതൊരു ക്രെയിൻ ആയിരുന്നു. ക്രെയിൻ എങ്ങനെ അനങ്ങിയും ചോദിച്ചപ്പോ പറഞ്ഞ് അതിന്റെ ടെക്നോളജി നഷ്ടപ്പെട്ടു പോയി നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഈ വാൻ അലൻ ബെൽറ്റൊക്കെ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് അതിലോട്ട് പോകണ്ട, അത് അടുത്ത എപ്പിസോഡ് മൂണിന്റെ ബ്രേക്ക് ഡൗണിൽ. ഇത് നമുക്ക് ഓക്കെ, അതിന്റെ വീഡിയോ ഉണ്ട്. മറ്റേ ബാലൻസ് ബെൽറ്റ് കണ്ടുപിടിച്ചപ്പോ ഈ നാസയുടെ ക്രൂവിന്റെ അടുത്ത് നാസ അത് ഗോഡ്സ് മിറക്കിൾ. ഇതൊക്കെ നാസ സയന്റിസ്റ്റുകൾ റിപ്പോർട്ടിങ് ചെയ്യുന്നതാണ്. അന്ന് നമ്മൾ ഗോഡ്സ് മിറക്കിൾ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ചന്ദ്രനി വരെ റോക്കറ്റിൽ പോയത് ഗോഡ്സ് മിറാക്കിൾ. അത് പോട്ടെ. സോ ലെറ്റ് സ്റ്റാർട്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വേറൊരു പേസിലാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പറയാ, ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, വിൽ ചേഞ്ച് ദ ടോൺ. സോ മൂൺ എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മൊത്തം. മൂണിനെ പറ്റി നമുക്ക് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. നാസയ്ക്ക് അറിഞ്ഞുകൂടാ, ഇസ്രോയ്ക്ക് അറിഞ്ഞുകൂടാ, ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. അതിനുവേണ്ടിയാണ് ഈ അണ്ണന്മാരെല്ലാം കൂടെ മൂണിപ്പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെങ്ങനെ ഉണ്ടായിന്ന് നമുക്കറിയത്തില്ല. ഇത് നമ്മളുടെ എന്താ പറയുന്നത്, എർത്തിൽ നിന്ന് എത്ര ദൂരം എന്നുള്ളത് ഒരു മിസ്റ്ററിയാണ്. പിന്നെ ഇതിൻ്റെ ഡെൻസിറ്റി ഒരു മിസ്റ്ററിയാണ്. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ നടക്കേണ്ട മിസ്റ്ററി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു അനോമലിയാണ്. ഇതിന്റെ ഫോർമേഷൻ അനോമലിയാണ്, ഇതിന്റെ ഡിസ്റ്റൻസ് ഫ്രം എർത്ത് അനോമലിയാണ്, ഇതിന്റെ ഡെൻസിറ്റി അനോമലിയാണ്, ഇതിന്റെ ഓർബിറ്റ് ഏറ്റവും വലിയ അനോമലിയാണ്. പിന്നെ ഇത് ഉണ്ടാക്കിയേക്കുന്ന സ്ട്രക്ചറും ഇതിന്റെ കോമ്പോസിഷനും അതും ഏറ്റവും വലിയ അനോമലിയാണ്. അനോമലി എന്ന് പറഞ്ഞാൽ അസാധാരണമാണ്. അപ്പോൾ ഇൻഎക്സ്പ്ലെയിനബിൾ പോലെ. അതെ, ഇതിനൊന്നും ഒരു ആൻസർ ഇല്ല. അപ്പോഴത്തേക്കും എന്താ പറയുന്നത്, മൂൺ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് ആദ്യമേ നമ്മൾ സ്കൂളിലൊന്നും നമ്മളിതൊന്നും വലുതായിട്ട് പഠിപ്പിക്കുന്നില്ല. കാരണം പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ടീച്ചർ അങ്ങനെ അല്ലല്ലോ മൂൺ ഉണ്ടാവാൻ സാധ്യതയെന്ന് ചോദിക്കും. അതുകൊണ്ട് ഇറ്റ് ഈസ് പർപ്പസ്ഫുള്ളി ഡിലീറ്റഡ് ഫ്രം NCERT. അപ്പോൾ മൂൺ എങ്ങനെ ഉണ്ടായെന്നുള്ളതിൻ്റെ 2-3 തിയറീസേ ഉള്ളൂ. ഒന്ന് എന്താ പറയുന്നത്, ഹോളോ തിയറി എന്ന് പറഞ്ഞാൽ മൂൺ എവിടുന്നോ വന്നു, എവിടുന്നോ കറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു മൂൺ ഇങ്ങനെ ആകാശത്തൂടെ വെറുതെ പോയപ്പോഴത്തേക്കും ഭൂമി ഇരിക്കുന്നുണ്ട്,
ഭൂമിയെ കണ്ടപ്പോൾ പെട്ടെന്ന് ഒന്ന് ലോക്കായിട്ട് അതിൻ്റെ കൂടെ കറങ്ങി, അതിന്റെ ഗ്രാവിറ്റേഷനിലായിട്ടും കറങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ തിയറി എന്ന് പറഞ്ഞത് ഇതാണ് ക്യാപ്ചർ തിയറി. രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് അസേർഷൻ തിയറി എന്ന് പറഞ്ഞാല് മൂൺ ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പത്തേന് വേറൊരു പ്ലാനറ്റ് വന്ന് അല്ലെങ്കിൽ വേറൊരു ബോഡി വന്ന് ഇടിച്ച് പൊട്ടി ഇങ്ങനെ കുറെ നാൾ കറങ്ങി മോൾട്ടനായിട്ട് കറങ്ങി കുറച്ച് തുള്ളി തെറിച്ച് വന്ന് അതും ഇതും കൂടെ കറങ്ങി. ഓക്കെ, ഇതൊക്കെ നമുക്ക് സയന്റിഫിക്കലി നമുക്ക് വിശ്വസിക്കാൻ പോട്ടെ. പക്ഷെ അങ്ങനെ രണ്ടും മോൾട്ടൺ ആവണമെങ്കിൽ രണ്ടും മിക്സ് ആവണം. എർത്തിന്റെ കോമ്പോസിഷനും മൂണിന്റെ കോമ്പോസിഷനും സെയിം ആവണം. രണ്ടും ആനയാടുമാണ്, അതുമല്ല. പിന്നെ വേറെന്തോന്ന് വെച്ചാൽ ഇതിന്റെ ഇങ്ങനെ വരാൻ പാടില്ലാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേച്ചർ രണ്ടും ഞാൻ പറഞ്ഞല്ലോ, കോമ്പോസിഷൻ രണ്ടും വേറെ വേറെയാണ്. മൂണിനകത്ത് ഒരു അയൺ കോർ ഇല്ല, ഭൂമിക്ക് ഒരു അയൺ കോർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഭൂമിക്ക് ഒരു ആക്സിസിൽ നിന്നാണ് സ്പിൻ ചെയ്യുന്നത്. ഭൂമി ഇങ്ങനെ കറങ്ങുമല്ല, ഇങ്ങനെ ഒന്ന് ചരിഞ്ഞിട്ട് ഇങ്ങനെയാണ് കറങ്ങുന്നത്. അതാണ് ആക്സിസ്, അതിൽ നിന്ന് ചെയ്യുവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും റെഡിയല്ല. പിന്നെ പുതിയൊരു തിയറി വന്ന് കുറേ നാൾ അതായിരുന്നു ഏറ്റവും പ്രോമിനന്റ്, ഫിഷൻ തിയറി. അതും ഇങ്ങനെ വന്ന് ഇടിച്ചിട്ട് മോൾട്ടനായിട്ട് പതുക്കെ തെറിച്ച് പോയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ വന്ന് ഇടിച്ചിട്ട് നമ്മൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെസഫിക് ഓഷനിൽ നിന്ന് റോക്സ് ഈ ഇമ്പാക്റ്റിൽ ഇടിച്ച് വെളിയിലായി. എന്നിട്ട് അത് വന്ന് റോക്കല്ലേ, അപ്പം റോക്കാണ് അത്, എന്നിട്ട് അത് ഗ്രാവിറ്റി ആയെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മൂണിൽ നിന്ന് സാമ്പിൾ എടുത്തിട്ട് നോക്കിയപ്പോഴത്തേക്കും പെസഫിക് ഓഷനിൽ മൂണിന് 4.2 അല്ല, പെസഫിക് ഓഷനിലെ റോക്കിന് 4.2 മില്യൺ ഇയേഴ്സ് ഓൾഡ് ആണെന്ന് വെക്കുക. പക്ഷെ മൂണിന് അതിന്റെ 3 ഇരട്ടി പ്രായമാണ്. അപ്പൊ ക്ലിയർലി ഇത് ഭൂമിയിൽ നിന്ന് വന്നതല്ല എന്ന് പ്രൂഫായി. അങ്ങനെ ഫിഷൻ തിയറിയും മറ്റേ തിയറിയും കൊളിഷൻ തിയറിയും എല്ലാം എടുത്ത് കളഞ്ഞു. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടായെന്ന് അറിഞ്ഞുകൂടാ. നെറ്റിൽ സെർച്ച് ചെയ്താൽ 15 തിയറി വരും, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വിശ്വസിക്കാം. അപ്പം അതാണ്. എന്നിട്ട് കഥ എവിടാ തുടങ്ങുന്നത് ഞാൻ പറയാം. നാസയിലെ ഒരു ഡോക്ടർ ഉണ്ട്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർ സയന്റിസ്റ്റ് PhD ഇൻ ആസ്ട്രോഫിസിക്സ്, ഡോക്ടർ റോബർട്ട് ബ്രെറ്റ്, BRETT, റോബർട്ട് ബ്രെറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. പുള്ളി മൂണിനെ പറ്റി നാസ ഇരിക്കുമ്പോൾ എഴുതി വെച്ചേക്കുന്നത് എന്തോ അറിയാവുള്ളൂ. ഞാൻ പുള്ളി പറഞ്ഞ അതേ വാക്ക് പറയാം, എന്നിട്ട് പറഞ്ഞുതരാം. ഇറ്റ് ഈസ് മച്ച് ഈസിയർ ടു എക്സ്പ്ലെയിൻ ദ നോൺ എക്സിസ്റ്റൻസ് ഓഫ് മൂൺ ദാൻ ഇറ്റ്സ് എക്സിസ്റ്റൻസ്. എന്ന് പറഞ്ഞാൽ മൂൺ അവിടെ എക്സിസ്റ്റ്, ഇപ്പൊ നമുക്കെല്ലാം മൂണിനെ കാണാം. ഒരാൾ വെളിയിറങ്ങി മൂണിനെ കണ്ടിട്ട് ചേട്ടാ അത് മൂണല്ലേ എന്ന് പറയുമ്പോൾ അയാളോട് അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല എന്ന് പറഞ്ഞ് ബലിപ്പിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ലോജിക്കൽ. അത്രയ്ക്ക് ഇല്ലോജിക്കലാണ് മൂണിന്റെ ആ ഒരു പ്രസൻസ്. മൂൺ അവിടെ ഇല്ല എന്ന് പറഞ്ഞ് ബലിപ്പിക്കുന്നതായിരിക്കും എളുപ്പം. കാരണം മൂണിനെ പറ്റി നമുക്കൊന്നും അറിഞ്ഞുകൂടാ. എന്നിട്ട് നമ്മൾ നാസ അല്ലെങ്കിൽ ഇസ്രോ അല്ലെങ്കിൽ സോവിയറ്റ് മൂണിൽ പോയി, നാസ പോയി എന്നൊക്കെ പറയുന്നു. അതിപ്പോൾ പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു അൺമാൻഡ് മിഷൻ ആയിരുന്നു എന്നും അത് മാൻഡ് ആണെന്ന് വരുത്തി തീർത്തയാണെന്നൊക്കെയാണ് പറയുന്നത്. വാട്ട് എവർ, നമ്മൾ മൂണിൽ നിന്ന് കുറേ സാമ്പിൾസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സാമ്പിൾ എല്ലാം കൊണ്ടുവന്നിട്ട് അതിനെ നോക്കിയപ്പോഴത്തേക്കും മൂണിൻ്റെ സർഫസിലെ സാമ്പിൾസ് അല്ലെങ്കിൽ റോക്സ് ഭയങ്കര ഡെൻസറാണ്. ഡെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ ഒരു കല്ലെടുത്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ തറയിൽ കിടക്കുന്ന ഒരു മൺകട്ട, ഇറ്റ്സ് എ കോമൺ തിങ് ഇൻ എർത്ത്, അതെടുത്ത് നമുക്ക് ഒന്ന് പ്രഷർ ചെയ്താൽ അതിന് പൊടിഞ്ഞു പോകും. പക്ഷെ മൂണിൽ കിടക്കുന്ന ഏറ്റവും ശക്തി കുറഞ്ഞ മൺകട്ട എടുത്താൽ അത് സ്റ്റീലിനെ കാട്ടി കട്ടിയായിരിക്കും. അതുപോലുള്ള കമ്പാരിസൺ ആണ് അവർ ചെയ്തേക്കുന്നത്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. എർത്തിൽ നിന്ന് നമ്മൾ അകത്തോട്ട് പോകും തോറും പാറകളാവുന്നു, പിന്നെ എന്തായാലും മാന്റിലാവുന്നു, കോറാവുന്നു. ഇറ്റ് ഗെറ്റ്സ് ഡെൻസർ ആൻഡ് ഡെൻസർ. പക്ഷെ മൂണിന്റെ അകത്തോട്ട് പോകും തോറും ഇറ്റ് ഗെറ്റ്സ് സോഫ്റ്റർ ആൻഡ് സോഫ്റ്റർ. മുകളിലത്തെ കല്ലിങ്ങനാണെങ്കിൽ നമുക്കൊരു കൂന്താലി എടുത്ത് 2 വട്ടം തൂമ്പി അകത്തുനിന്നൊരു കല്ലെടുത്താൽ 2 കല്ലടിച്ചാൽ അത് പൊട്ടും. അപ്പൊ അങ്ങനെ കുറച്ച് അനോമലീസ് ഉണ്ട്. ഞാൻ ഈ പറയുന്ന അനോമലീസ് നിങ്ങൾ വേണേൽ കൗണ്ട് ചെയ്തോ, സീൻ അനോമലീസാണ്. നിങ്ങൾ ഇത് സെർച്ച് ചെയ്യണം. ഞാൻ ഈ പറയുന്നതും ഡെൻസിറ്റി, മൂണിന്റെ സർഫസ് ഡെൻസിറ്റി എടുക്കുക, ChatGPT ചോദിച്ചാൽ മതി. എന്നിട്ട് പറയാ വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഇൻസൈഡ് മൂൺ എന്ന് അടിച്ചു നോക്കുക, വാല്യൂ നോക്കുക. കാരണം അതാണല്ലോ നമ്മൾ ഇവിടെ വരുന്നതിന്റെ പർപ്പസ്. ഓക്കെ, അതുപോലെ തന്നെ വേറെ ഒരു അനോമലി എന്ന് പറഞ്ഞാൽ, ഞാൻ അനോമലീസ് അല്ലാതെ പറയാം. മൂണിന്റെ അകത്ത് ക്രേറ്റേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആസ്ട്രോയിഡ് വന്നിടിക്കുന്ന ക്രേറ്റേഴ്സ്. ഈ ആസ്ട്രോയിഡ് വന്നിടിക്കുന്ന ക്രേറ്റേഴ്സ് ദർ ആർ തൗസൻഡ്സ്, വേറെ ലക്ഷക്കണക്കിന് കാണും.
ലക്ഷക്കണക്കിന് ക്രേറ്റേഴ്സ്, 10,000 അല്ലെങ്കിൽ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് നമുക്കറിയത്തില്ല, വർഷങ്ങളായിട്ട് വന്ന് ഇടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആ ഇടിച്ച ക്രേറ്റേഴ്സിൻ്റെ എല്ലാം ഏജ് എടുക്കുമ്പം ദേ ആർ ഓൾ ഹാപ്പൻഡ് ഇൻ എ സ്പെസിഫിക് പീരീഡ്. ഏജ് നോക്കുമ്പോൾ ഇപ്പം യുറേനിയം അല്ലെങ്കിൽ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് കാണും. ആ മെറ്റീരിയലിൻ്റെ ഹാഫ് ലൈഫ് വെച്ച് നമുക്ക് അത് എത്ര നാളായിട്ട് അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം യുറേനിയം ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം 3000 വർഷമെന്ന് വെച്ചോ. അപ്പം യുറേനിയം 25% ഡിക്കേ ആയെങ്കിൽ നമുക്ക് 3000-ന്റെ 25% എടുക്കാം, അല്ലെങ്കിൽ 50% എടുക്കാം. 1500 വർഷമായിട്ട് അത് അവിടെ ഉണ്ട്. അതുപോലെ എല്ലാ ഇതിലും നോക്കുമ്പോൾ ഡേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിനെല്ലാം ഹാപ്പൻ ചെയ്യുന്ന എല്ലാ ക്രേറ്റേഴ്സും ഒരേ സമയമൊക്കെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു പന്താണ്, നിങ്ങൾ ആലോചിക്കണം, ഇതൊരു പന്താണ്. ഈ പന്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പന്തിനകത്ത് ഒരു ആസ്ട്രോയിഡ് വന്ന് ഏതെല്ലാം രീതിയിൽ ഇടിക്കാം, ഹൺഡ്രഡ്സ് ഓഫ് ആംഗിൾസിൽ ഇടിക്കാം. എങ്ങനെയാണ്? നിന്നെ ഇപ്പോൾ ഒരു കല്ലെടുത്ത്, ഞാനൊരു വലിയൊരു സാധനത്തിനകത്തോട്ട് ഒരു കല്ലെടുത്തെറിഞ്ഞാൽ വന്ന് ഇമ്പാക്ട് ചെയ്തിട്ട് അതൊന്ന് ഇടിച്ചൊന്ന് സ്ലൈഡ് ചെയ്യത്തില്ലേ? നോ സ്ലൈഡിങ്, ഒൺലി ക്രേറ്റേഴ്സ്. എന്ന് പറഞ്ഞാൽ എല്ലാ റോക്കറ്റും അല്ലെങ്കിൽ എല്ലാ ആസ്ട്രോയിഡും വന്നിടിച്ചത് കറക്റ്റ് 90 ഡിഗ്രിയിലേ വന്നിടിക്കൂ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മൂണിരിക്കുമെന്ന് വെച്ചാൽ ഗ്രാവിറ്റി കാരണം ഗ്രാവിറ്റി ഇല്ലല്ലോ മൂണിൽ, അതുകൊണ്ടല്ലേ ആകാശത്തൂട്ട് ആളുകൾ പറക്കുന്നത്. എന്ന് വെച്ചാല് ഇങ്ങനെ ഇരിക്കുന്ന മൂണില് ഇവിടുന്ന് ഒരു ആസ്ട്രോയിഡ് വന്ന് ഇങ്ങനെ ഇതുവരെ ഇടിച്ചിട്ടില്ല. ഇവിടെ ഇടിക്കണമെങ്കിൽ ഇവിടുന്ന് ഇടിക്കണം, ഇവിടുത്തെ കുഴിയാണെങ്കിൽ കറക്റ്റ് ഇങ്ങനെ ഇടിക്കണം. മനസ്സിലാവും ഞാൻ പറയുന്നത്? ന്യൂ ആസ്ട്രോയിഡിന്റെ ഫോർമേഷൻ കൗണ്ട് വല്ലതും ഉണ്ടോ? എന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷത്തിൽ ഇത്ര ക്രേറ്റേഴ്സ് കൂടിയെന്നോ അങ്ങനെ ഇല്ല. നോ, ആ കൗണ്ട് ഇതുവരെ വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ ക്രേറ്റേഴ്സും കറക്റ്റ് നേരെ വന്ന് ഇടിച്ചേക്കും. ഒരു പാറ പോലും ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇടിച്ച് ഒന്നും അനങ്ങിയിട്ടില്ല, ഒരു ടെയിൽ ഉണ്ടാക്കിയിട്ടില്ല, മണ്ണൊന്നും തെറിച്ചിട്ടില്ല. യെസ്, എവറിത്തിങ് ലുക്സ് ലൈക്ക് ഇറ്റ്സ് ബീൻ ഫ്രം ദ സർഫസ്. അങ്ങനെയുള്ളൊരു ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ, ഈ ലൂണാർ കെമിക്കൽസ് ഉണ്ട്, ഈ ലൂണാർ ഡസ്റ്റ്. ഈ ലൂണാർ ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലും പാറയിലും ഒക്കെ കിടക്കുന്ന സാധനമാണ്. അതെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അവിടുത്തെ റോക്ക് പൊടിഞ്ഞുണ്ടായതാന്നൊക്കെ പറയുന്നത്. പക്ഷേ ലൂണാർ ഡസ്റ്റും ലൂണാർ റോക്കും തമ്മിൽ ഒരു ബന്ധമില്ല. കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കോമ്പോസിഷൻ, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് മെറ്റൽസ്, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭൂമിയിൽ നമ്മളിപ്പം മിനറൽസ് ഈ മുകളിൽ കിടക്കുന്നതൊക്കെ തന്നെയാണ് താഴോട്ടും പോകുന്നത്. ആൻഡ് വി ഫൈൻഡ് സം മോർ റെയർ മിനറൽസ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. മുകളില് ഇപ്പം സിങ്കാന്ന് വെച്ചോ, താഴോട്ട് സിങ്കേ ഇല്ല. സിങ്ക് എന്ന് ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറഞ്ഞ, ഇപ്പം അയണാന്ന് വെച്ചോ, മുകളിൽ മൊത്തം അയണ, ഒരു 2 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ അയണില്ല, ആ പ്ലാനറ്റിൽ അയണില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അയണും സിങ്കും ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. കറക്റ്റ് എലമെന്റ്സ് ഒക്കെ നമുക്ക് പറയാം, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലൂണാർ റോക്സ് അല്ലെങ്കിൽ മൂൺ റോക്സ്, മൂൺ സാധനങ്ങളെല്ലാം മാഗ്നറ്റിക് ആണ്. പക്ഷെ മൂണിന് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. മൂൺസ് മാഗ്നറ്റിക് ഫീൽഡ് ഹാസ് ഡൈഡ് ഓഫ്. എങ്ങനെയാണ്, എന്താണ്, ആർക്കും അറിയത്തില്ല. ഒരു പ്ലാനറ്റ് അല്ലെങ്കിൽ ഒരു മൂൺ എന്തുമാത്രം ഡീസ്റ്റേബിലൈസ്ഡ് ഓർ കാറ്റസ്ട്രഫിയിലാണ് കൂടെ കടന്നു പോയാലാണ് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നശിക്കുക എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിൻ്റെ എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുക, ഒരു ഒബ്ജക്റ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാതാവണമെങ്കിൽ അതിന്റെ ഇന്നർ മാസ് 0 ആയിരിക്കും. അതെ, അതിനകത്ത് അകത്തൊന്നും പാടില്ല, അല്ലെങ്കിൽ അകത്ത് മെറ്റൽസ് പാടില്ല. ഈ വെളിയിൽ കാണുന്ന മെറ്റൽസ് മാത്രമേ കാണാൻ പാടുള്ളൂ. മാഗ്നറ്റിസം ഈസ് ബേസിക്കലി ഗ്രാവിറ്റി ആൻഡ് ഇലക്ട്രിസിറ്റി. അപ്പം ഇത് ഇല്ല. ഗ്രാവിറ്റി എഫക്ട് ചെയ്യണ മാസ് വേണം. അതെ. ഇനിയും ഇതെല്ലാം അനോമലീസ് ആണ്. ഇനി അടുത്തത്, ഭൂമിയിൽ നിന്നാണ് ചന്ദ്രൻ ഉണ്ടായതെന്നൊക്കെ പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ, നമുക്ക് നോക്കാം. ഭൂമി ഈസ് 4.6 ബില്യൺ ഇയേഴ്സ് ഓൾഡ്. ചന്ദ്രൻ ഈസ് സെവറൽ ടൈംസ് ഓൾഡർ. അതിന് പ്രൂഫ് ഉണ്ടോ? നമ്മൾ പോയി കളക്ട് ചെയ്തുകൊണ്ടിരുന്ന സാമ്പിൾസിന്റെ ഹാഫ് ലൈഫ് എടുത്തു. ഭൂമിയിൽ നിന്ന് ഉണ്ടായതേ അല്ല, ഭൂമിയായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ, ചന്ദ്രനിലെ സർഫസിൽ അല്ലെങ്കിൽ ക്രേറ്റേഴ്സിൽ എല്ലായിടത്തും കാണുന്ന ഒരു എലമെന്റ് ആണ് യുറേനിയം 236 ആൻഡ് നെപ്റ്റൂണിയം 237. യുറേനിയം 236ഉം നെപ്റ്റൂണിയം 237ഉം
ഡസ് നോട്ട് ഒക്കർ നാച്ചുറലി ഇൻ എർത്ത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ലോകത്തൊന്നും ഇത് നാച്ചുറലി ഉണ്ടാക്കാൻ പറ്റത്തില്ല. യുറേനിയം എടുത്തിട്ട് ഇതിനെ ട്രീറ്റ്മെന്റ് ചെയ്ത് ഐസോട്ടോപ്സ് ആക്കി യുറേനിയം 236 നമ്മൾ ഉണ്ടാക്കുകയാണ്, മാനുഫാക്ചർ ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു അൺസ്റ്റേബിൾ യുറേനിയം. അപ്പോൾ ഇത് രണ്ടും മാർസിൽ അബണ്ടന്റ് ആണ്. ഇറ്റ് ക്യാൻ ഓൺലി ബി ഫോംഡ് ത്രൂ either a nuclear explosion or through a nuclear reactor. നമ്മുടെ ടെക്നോളജി വെച്ച് ഇത് നാച്ചുറലി ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നാണ് സയന്റിസ്റ്റുമാർ പറയുന്നത്. അതുകൊണ്ടാണ് ഇറാനൊക്കെ ഇപ്പോഴും നൂക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത്. ഇതിനെ എൻട്രി ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർഗ്രൗണ്ട് ടണൽസ്, ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രോൺ ടെക്നോളജി ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊരു 5 ml യുറേനിയം എൻട്രി ചെയ്യാനുള്ള ടെക്നോളജി കിട്ടുന്നില്ല. മൂണിൽ മൊത്തം അതാ. ഇതൊക്കെയാണ് മൂണിന്റെ പ്രശ്നങ്ങൾ. ഇനി മൂണിനകത്തോട്ട് പോകുമ്പോൾ നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ കിട്ടും. സർഫസ്, ജസ്റ്റ് സർഫസിൽ നിന്ന് നമ്മളൊരു ഇത്ര അടി, അല്ലെങ്കിൽ നമ്മളൊരു വീട് പണി ആ സ്ഥലമൊക്കെ നോക്കുക, അല്ലെങ്കിൽ ഒരു 100 മീറ്ററിനകത്ത് 100 മീറ്ററിനകത്ത് ഏറ്റവും കൂടുതലുള്ള സാധനങ്ങളാണ് ടൈറ്റാനിയവും ക്രോമിയവും സിർക്കോണിയവും. ഇത് അബണ്ടന്റ് ആണ്. ആ സയന്റിസ്റ്റ് ഉപയോഗിക്കുന്നതൊക്കെ അബണ്ടന്റ് ഇൻ നേച്ചർ എന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഡേറ്റ ഒക്കെ എടുത്ത് ഈ ഡേറ്റ എല്ലാം നാസയാണ്. നിങ്ങൾക്ക് NASA.org മൂൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാം കിട്ടും. വേറെ ഒന്നുമില്ല, ടെൻഷനേ വേണ്ട. തള്ളുവല്ല. ഇത് ഞാൻ ഇവരും കൂടെ മൂണിലോട്ട് പോയി കണ്ടുപിടിച്ചതല്ല. ഇത് ലോകത്തിലെ ഏറ്റവും സ്പേസ് ഏജൻസി സ്വയം പ്രഖ്യാപിക്കുന്ന നാസയുടെയാണ്. അപ്പോൾ ഈ സിർക്കോണിയം, ക്രോമിയം, ടൈറ്റേനിയം ഏറ്റവും കൂടുതൽ അബണ്ടൻസി കിടക്കുക. ഈ 3 സാധനവും ഏറ്റവും കൂടുതലുള്ളത് മൂണിലാണ്. ഈ സോളാർ സിസ്റ്റത്തിൽ നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഇല്ലാത്ത എവിടെ അറിയാവോ? എർത്തിൽ. ഇത് റെയർ എർത്ത് മിനറലാണ്. സിർക്കോണിയം മറ്റേ ഡയമണ്ട്. ഇത് എർത്തിൽ റെയറും മൂണിൽ അബണ്ടന്റും ആണ്. അപ്പോൾ ഈ സിർക്കോണിയം ഫോർമേഷന് ഭയങ്കര കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ആൻഡ് എനർജി. ഹീറ്റ് എനർജി വേണം. അത് നമ്മൾ ഗ്ലാസ് ഉണ്ടാക്കുന്നതിനെക്കാട്ടി എന്ന് പറഞ്ഞാൽ ഒരു സിർക്കോണിയം എന്ന് പറഞ്ഞാൽ സിംപ്ലി പറഞ്ഞ ഡയമണ്ടിന്റെ ഇൻഫീരിയർ വേർഷൻ. അത് ഒരു പ്രോസസ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉണ്ടായി വരും. എന്ന് പറഞ്ഞാൽ തിളയ്ക്കണം. പൊടി, മണ്ണ്, സാൻഡ് തിളച്ച് വെള്ളമായിട്ട് അത് ലിക്വിഡിൽ നിന്ന് സോളിഡ് ആവുമ്പം ഈ ഗ്ലാസ് പോലെ സാധനമാവും. വിട്രിഫിക്കേഷൻ എന്നോ അങ്ങനെ എന്തോ പറയുന്നത്, വിട്രിഫിക്കേഷൻ ഓഫ് ഗ്ലാസ്. അതിന്റെ ഏതോ ഒരു എക്സ്ട്രീം വേർഷൻ. അതിന്റെ എക്സ്ട്രീം ആണ് വിട്രിഫിക്കേഷൻ. ഇത് ഡയമണ്ട് പോലെയാണ് സിർക്കോണിയം വരുന്നത്. അപ്പം ഈ സിർക്കോണിയവും ക്രോമിയവും ടൈറ്റാനിയവും നമ്മൾ ഭൂമിയിൽ എന്തിനാ ഉണ്ടാക്കുന്നത് അറിയാവോ? wherever we need to build something corrosion free and എന്താ പറയുന്നത് സ്ട്രക്ചറൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയം നമ്മൾ എന്തിനാ ഉണ്ടാക്കുന്നത്? ടൈറ്റാനിയം നമ്മൾ ബുർജ് ഖലീഫ ഉണ്ടാക്കുവാണെങ്കിൽ ടൈറ്റാനിയം എടുക്കും. മനസ്സിലായോ? നമുക്ക് പ്ലെയിൻ ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്ലെയിനിന്റെ ബ്ലാക്ക് ബോക്സ് ടൈറ്റാനിയമാണ്. കാരണം പ്ലെയിൻ ടൈറ്റാനിയം വെച്ച് ഉണ്ടാക്കാൻ ഒക്കത്തില്ല. ഇൻഡിസ്ട്രക്റ്റബിൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ we have to use titanium, chromium or zirconium. B2 പോലത്തെ പ്ലെയിൻസിനൊക്കെ ടൈറ്റാനിയം ആവാം. അപ്പോൾ അത്ര പ്രയോറിറ്റി ഉള്ള സാധനങ്ങൾക്ക് നമ്മൾ ടൈറ്റാനിയം ഉപയോഗിക്കും. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം മൂൺ മൊത്തത്തിൽ ടൈറ്റാനിയം ആയിട്ടിരിക്കുന്നത്? അതിൻ്റെ ഔട്ടർ ലെയർ, അതിൻ്റെ താഴോട്ട് പോയാൽ ടൈറ്റാനിയം ഇല്ല. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളിപ്പം പറയുന്ന പോലെ ഈ വീടിൻ്റെ മുകളിൽ സിമെൻറ്റാണ്. ഈ സിമെന്റ് കഴിഞ്ഞൊരു അര അടി താഴോട്ട് വന്നാൽ പിന്നെ സിമെന്റ് ഇല്ല, കാറ്റാ എന്ന് പറയുന്ന പോലത്തെ ഡിഫറൻസ് ആണ്. സർഫസിൽ ടൈറ്റാനിയം ഉണ്ട്, സർഫസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റാനിയം ഇല്ല. നോ ട്രേസ് ഓഫ് ടൈറ്റാനിയം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നു. ഇനി അടുത്ത അനോമലി, ഈ മൂണിനകത്ത് ക്രേറ്റേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. ക്രേറ്റേഴ്സിനകത്ത് ശ്രദ്ധിച്ചു കേട്ടോ, നമ്മൾ ഇച്ചിരി മാറാൻ പോവാം. ഏജ് ഏകദേശം സെയിം ആണ്, ആംഗിള് ഇല്ല, എല്ലാം കറക്റ്റ് താഴേന്ന് മുകളിലോട്ടാണ് വരുന്നത്. ഇത് കറങ്ങുന്നതൊന്നും ആസ്ട്രോയിഡ് കാണൂല, ആസ്ട്രോയിഡ് കൂറെ കറങ്ങിപ്പോയി ഇടിക്കും. ഇങ്ങനെ വന്നാലും വേറൊരു പ്രശ്നം എന്താണെന്നാൽ 8 കിലോമീറ്റർ വൈഡ് ആസ്ട്രോയിഡ് ഇമ്പാക്റ്റുകളുണ്ട്. 2 കിലോമീറ്റർ വൈഡ് ഉണ്ട്, 100 മീറ്റർ ഉണ്ട്, 500 മീറ്റർ ഉണ്ട്. നിങ്ങൾ ചന്ദ്രനിൽ നോക്കുമ്പോൾ കുഴികൾ പല വിധമാണ്. എത്ര വൈഡാന്നേലും എത്ര ചെറുതാന്നേലും ഇതിൻ്റെ ഡെപ്ത് സെയിമാണ്. എത്ര വലിയ ആസ്ട്രോയിഡ് വന്ന് ഇടിച്ചാലും അതിൻ്റെ ഡെപ്ത് ഇപ്പം 200 മീറ്ററാന്ന് വെക്കുക, അല്ലെങ്കിൽ 150 മീറ്ററാന്ന് വെക്കുക. 300 കിലോ ഉള്ളൊരു പാറ വന്ന് ഇടിച്ചാലും 150 ഡെപ്തി വന്ന് നിൽക്കും.
30,000 കിലോ ഉള്ളൊരു പാറ വന്ന് ഇടിച്ചാലും വലിയൊരു ക്രേറ്റർ ഉണ്ടാക്കും. 150 മീറ്ററിൽ വന്ന് നിൽക്കും. അതിന്റെ താഴോട്ട് നമ്മൾ അതിന് താഴോട്ട് പോകാൻ പറ്റില്ല. എസ്കേവേറ്റ് ട്രൈ ചെയ്തിട്ടുണ്ടോ? നോ, ബട്ട് വി ഹാവ് ട്രൈഡ് സംതിങ് എൽസ്. അപ്പോൾ ഇതെന്താ ഇങ്ങനെ? അപ്പോൾ ആ പാറ ഇതിന്റെ അവിടെ കുഴിച്ചു നോക്കിയപ്പോഴാണ് ഈ ടൈറ്റേനിയം കിട്ടുന്നത്. മനസ്സിലായി? പർപ്പസ്ഫുള്ളി അല്ലാതെ നമുക്ക് അതവിടെ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ പോട്ടെ. അങ്ങനെ വന്നു. ഒരു മെറ്റൽ ഷെല്ലുള്ളത് പോലെ നമുക്ക് അവിടെ തോന്നി തുടങ്ങി മൂണിനകത്ത്. നിങ്ങൾ പിക്ചേഴ്സ് നോക്കിയാൽ മതി, എല്ലായിടത്തും ക്രേറ്റേഴ്സ് ഉണ്ട്, പക്ഷെ ക്രേറ്റേഴ്സിനെല്ലാം സെയിം ഡെപ്ത്. അപ്പോൾ ഒരു ഷെല്ലുള്ള പോലെ തോന്നി. അങ്ങനെ ഹോളോ ആണോ എന്നൊക്കെ ആളുകൾ പറഞ്ഞു തുടങ്ങി. അങ്ങനെ വലിയ കോമഡി ആയിട്ട് എടുത്തെങ്കിലും യു നോ വാട്ട്, ഇൻ അപ്പോളോ 12 1960s തോന്നുന്നു. അതിലോട്ട് പോവാം. അതിനു മുന്നേ അപ്പോളോ 12 ഈ അവരൊരു മിഷൻ നടത്തുക. അപ്പോളോ 12 ഭയങ്കര വലിയ മിഷൻ. അപ്പോളോ 11 12 എങ്ങാണ്ടാണ് നമ്മൾ മനുഷ്യർ ഇറങ്ങുന്നതെന്നൊക്കെ പറയുന്നത്. അത് പോട്ടെ. അപ്പം നാസയിലെ വേറൊരു സയന്റിസ്റ്റ് ഉണ്ട്, പുള്ളിയും ഡോക്ടർ ഗോർഡൻ മക്ഡൊണാൾഡ്. പുള്ളി പറഞ്ഞ വാക്കാണ്, അത് ഞാൻ കോട്ട് ചെയ്യാം. നാസയുടെ മറ്റേ സൈറ്റിലൊക്കെ കയറിയാൽ കാണാം. അത് ചോദിച്ചത്, ഇറ്റ് വുഡ് സീം ദാറ്റ് മൂൺ ഈസ് മോർ ലൈക്ലി എ ഹോളോ ദാൻ എ ഹോമോജീനിയസ് സ്പിയർ. നാസയുടെ കണ്ടുപിടുത്തമാണ് എന്ന് പറഞ്ഞാൽ ഇത് പൊള്ളയാവാനാണ് സാധ്യത. ഒരു പാറ ഇങ്ങനെ ആകാശത്ത് കിടക്കുന്നതിനെക്കാട്ടിയും പ്രോബബിലിറ്റിയും കണക്കും അനുസരിച്ച് ഇത് പൊള്ളയാവാനാണ് സാധ്യത എന്ന്. അങ്ങനെ ഇത് വലിയ ഔട്ട്റേജ് ആയി, ഭയങ്കര ചർച്ചാ വിഷയമായി. നമ്മളിവിടെ ഇരിക്കുന്ന ഞാനും ഇവനും ചർച്ച ചെയ്യുന്നതിൻ്റെ കണക്കല്ല നാസയിലെ ചർച്ച. നാസയിലെ ചർച്ച എന്ന് വെച്ചാൽ ദേ ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. അങ്ങനെ അപ്പോളോ 12 മിഷൻ കഴിഞ്ഞിട്ട് അവരൊരു തീരുമാനം എടുത്തു. അവര് ലൂണാർ ലാൻഡർ ഉണ്ടല്ലോ, ഇങ്ങനെ വന്ന് നമ്മൾ മൂണിനടുത്ത് എത്തിയിട്ട് ഇവിടെ ഓർബിറ്റ് ചെയ്യും. ലൂണാർ സ്റ്റേഷനിൽ നിന്നിട്ട് ഇവിടുന്ന് ഒരു ചെറിയ ലാൻഡറിനെ ഇങ്ങോട്ട് വിട്ട് എല്ലാ പരിപാടികളെല്ലാം ചെയ്തിട്ട് ആ ലാൻഡറിൽ തിരിച്ചു പോയി, എന്നിട്ട് ഇതിൽ സ്പേസ് ഷട്ടിലിൽ തിരിച്ചു വരും. അങ്ങനെയാണ് പരിപാടി. അപ്പോഴത്തേക്കും അവരൊരു ഡിസിഷൻ എടുത്ത്, വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഡിസിഷൻസ് എവർ മെയ്ഡ് ബൈ നാസ ഇൻ ദാറ്റ് ടൈം. ഈ ലാൻഡറിൽ ഇവർ തിരിച്ചെത്തിക്കഴിഞ്ഞിട്ട് താഴെ ഇവിടെ മൂണിലുള്ളപ്പോൾ കുറെ ഇൻസ്ട്രുമെന്റ്സ് സെറ്റ് ചെയ്തു. എന്നിട്ട് ഈ ലാൻഡർ തിരിച്ചെത്തിക്കഴിഞ്ഞിട്ട് ഇവര് പറക്കാൻ നേരത്ത് ലാൻഡറിനെ മൂണിൽ ക്രാഷ് ചെയ്തു, മനഃപൂർവ്വം. എന്നിട്ട് എന്തിനാ, നമുക്ക് ഇതിന്റെ വൈബ്രേഷൻസ് ഒക്കെ എത്ര സെക്കൻഡ് നിൽക്കുന്നുണ്ട്, ഇതിന്റെ അടിയിലോട്ടുള്ള സാധനങ്ങൾ എത്ര മിനിറ്റ് എങ്കിലും പോവോ, മിനിറ്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഹോളോ ആണ് അർത്ഥം. ഭൂമിയിലൊക്കെ വന്നൊരു ലാൻഡർ ഇടിച്ചു കഴിഞ്ഞാൽ 3 seconds 5 seconds 8 seconds. അപ്പൊ ഇതിലോട്ട് എത്ര പോവാ, നമുക്കൊരു 10-15 സെക്കൻഡ് ഒക്കെ ആണെങ്കിൽ ഇത് പ്രശ്നമാണ്. അങ്ങനെ മൂണിലോട്ട് ഈ ലാൻഡറിനെ ഇടിപ്പിച്ചു. അപ്പോളോ 12 ലാൻഡർ, ഇത് എന്റെ കഥയല്ല ഗൈസ്, ഡു യുവർ റിസർച്ച്. അപ്പോളോ 12 ലാൻഡർ വന്ന് ഇടിച്ചു. ആൻഡ് ദ മെഷീൻ റെക്കോർഡഡ്. നാസയുടെ സൈറ്റിൽ എന്താ എഴുതിയേക്കുന്നത് അറിയാമോ? നാസയുടെ പേപ്പറിൽ മൂൺ റാങ് ലൈക്ക് എ ബെൽ ഫോർ എ കംപ്ലീറ്റ് 60 minutes. 60 minutes. ആൻഡ് അവർ എഴുതിയേക്കുന്നത് റാങ് ലൈക്ക് എ ബെൽ എന്ന് പറഞ്ഞാൽ മണി അടിക്കുന്ന പോലെ വൈബ്രേഷൻസ് ആയിരുന്നു 60 minutes അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് ഞെട്ടിപ്പോയി. അങ്ങനെ ആളുകൾക്ക് മനസ്സിലായി ഇത് പറയുന്ന പോലെയല്ല, വേറെ സംഭവങ്ങളാണ്, കാര്യങ്ങളൊക്കെ വേറെയാ. അത് കഴിഞ്ഞ് അപ്പോളോ 13 വിട്ടപ്പോഴേ അവരെല്ലാം തീരുമാനിച്ചു, വി ആർ ഗോൺ ഡു സംതിങ് മച്ച് ബിഗർ. കാരണം അപ്പോളോ 12 ലാൻഡർ എന്ന് പറഞ്ഞ മൂണിന്റെ സൈസിനെ അപേക്ഷിച്ച് ഒരു ആറ്റം വന്ന് വീഴുന്ന പോലെ നെഗ്ലിജിബിളാ. എന്നിട്ടാണ് 1 മണിക്കൂർ കിട്ടിയത്. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ഒരു സാധനം കൊണ്ട് പ്രോപ്പർ ടെസ്റ്റിംഗ് നടത്താം. കാരണം അവർക്ക് ലീഡ് കിട്ടിയല്ലോ. അങ്ങനെ കൊണ്ടുപോയി ഒരു 3 to 4 times ഹെവിയർ സാധനം, കാരണം അത്രേ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റത്തുള്ളൂ, കൊണ്ടുപോയി ഇട്ടു. ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് വെയർ പ്ലേസ്ഡ് ഓൾ അറൗണ്ട്. എർത്തിൽ നിന്ന് മാഗ്നറ്റിക് വേവ്സും റേഡിയോ വേവ്സും നോക്കി ഇതെല്ലാം എടുത്തു. മൂൺ റാങ് ഫോർ 3 hours. 3 മണിക്കൂർ നിർത്താതെ വൈബ്രേറ്റ് ചെയ്തു ഫോർ 3 complete hours. ഇത് എർത്തിൽ സെക്കൻഡ്സേ വരത്തുള്ളൂ ഇതേ സാധനം വന്ന് വീണാൽ. എന്നിട്ട് പോട്ട് നമ്മുടെ ഭൂമിയിൽ ഒരു ആസ്ട്രോയിഡ് വന്ന് ഇടിച്ചാൽ 1 മിനിറ്റിനകം പരിപാടി തീരും. ഇത് നമ്മുടെ ഒരു കാറിന്റെ അത്രയും പോലും വെയിറ്റ് ഇല്ല. എന്നിട്ട് ഇവർ വേറൊരു കാര്യം മനസ്സിലാക്കി, ഭൂമിയുടെ അടിയിലേക്ക് ഈ വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഇടിച്ച് ഇമ്പാക്ട് പോകും തോറും സ്ലോവറും ആവും, സ്ട്രെങ്തും കുറയും. മൂണിന്റെ സാധനം വൈബ്രേറ്റ് ചെയ്ത് ആദ്യത്തെ, ഇതിപ്പോ ഇത്രയും മൂണാണെന്ന് വെച്ചോ,
ഇവിടുന്ന് ഇത് നടുക്കുക, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് ഈ ഇമ്പാക്റ്റ് വൈബ്രേറ്റ് ചെയ്ത് ഇവിടെ വന്നിട്ട് 80 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ബാക്കി ഫുള്ള് പെട്ടെന്ന് അങ്ങ് വന്നു. 80 കിലോമീറ്ററിലെ വൈബ്രേഷൻ ഒരു 10 കിലോമീറ്റർ പെർ സ്പീഡിൽ പോയെങ്കിൽ 80 കിലോമീറ്റർ അടിയിലോട്ടും 80 കിലോമീറ്റേഴ്സ് ഇൻസൈഡ് മൂണിന്റെ അടിയിൽ 80 കിലോമീറ്റർ ചെന്നതിന് ശേഷം വേവ്സിന് സ്പീഡ് 3 ഇരട്ടിയായി. നോ ഒബ്സ്ട്രക്ഷൻ ഉള്ള പോലെ. എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൂവ്സ് ദാറ്റ് ദി മൂൺ ഈസ് ഹോളോ. ഇതെല്ലാം സയന്റിഫിക് കണ്ടുപിടുത്തങ്ങളാണ്. നിങ്ങൾ അറിയാൻ പാടില്ല, ഞാൻ അറിയാൻ പാടില്ല, നമ്മൾ അറിയാതെ കണ്ടുപിടിച്ച് പോയി. അന്നൊക്കെ പത്രത്തിൽ കൊടുത്തു പോയി, പക്ഷെ അതെല്ലാം തിരിച്ചെടുത്തിട്ടുണ്ട്. അവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് തിരിച്ചെടുക്കുന്നത്, എന്തിനാണ് ഇതെല്ലാം നമ്മൾ അറിയാതിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മൂണിൽ നടന്നത്. അങ്ങനെ മൂണിനകത്ത് ഹോളോ ക്യാവിറ്റി ആണെന്ന് ലോകത്തെ എല്ലാ സ്പേസ് ഏജൻസികളും നിശ്ചയിച്ച് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് മൂണിനകത്ത് വേറൊരു പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞു തരുന്ന എല്ലാം മൂണിൻ്റെ അനോമലീസാണ്. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഇതുവരെ കണ്ടെത്തിയതിനകത്ത്, ഹ്യൂമൻ എൻഡവറിൽ കണ്ടെത്തിയതിനകത്ത് ഏറ്റവും വലിയ മൂണാണ് നമ്മുടെ. എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ വലിപ്പത്തിൻ്റെ ഏകദേശം 25% ഉണ്ട് മൂൺ. ഇപ്പോൾ പറഞ്ഞു വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ സാറ്റലൈറ്റ് എവർ ഡിസ്കവർഡ് ബൈ മാൻകൈൻഡ് ഈസ് മൂൺ. ഒരു തിരുത്ത്, ആ നാച്ചുറൽ എന്നുള്ള വാക്ക് ഞാൻ വിട്ടു. ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ സാറ്റലൈറ്റ് ആയിട്ട് പ്ലാനറ്റ്സിനെ ചുറ്റുന്നത് ചന്ദ്രനാണ്. ഇനിയും ഇത് കൂടാതെ വേറൊരു പ്രശ്നം എന്തോന്ന് വെച്ചാൽ, ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ചന്ദ്രനും കറങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ ചന്ദ്രന്റെ കറക്കവും ഭൂമിയുടെ കറക്കവും ടൈഡലി ലോക്ക്ഡ് ആണ്. എന്ന് വെച്ചാൽ ചന്ദ്രന്റെ മുഖമില്ലേ, ചന്ദ്രന്റെ മുഖത്ത് നമ്മളിപ്പോൾ പോയി പൊട്ട് തൊട്ടാൽ എന്ന് എപ്പം എങ്ങനെ എവിടെ നിന്ന് നോക്കിയാലും നമുക്കത് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഭൂമി ഇങ്ങനെ കറങ്ങുമെന്ന് വെച്ചോ, ഭൂമി കറങ്ങുമ്പം ചന്ദ്രനും ഇങ്ങനെ, ഈ വിരലും ഇങ്ങനെ ലോക്ക്ഡാന്ന് വെച്ചോ, ഇങ്ങനെ കറങ്ങുമ്പോ ഇങ്ങനെ കറങ്ങും. പെർഫെക്റ്റ് സിംഫണി എന്ന് വെച്ചാൽ മനുഷ്യർ ഇതുവരെ അതിന് പറഞ്ഞ ടൈഡലി ലോക്ക്ഡ് ആയി പോയെന്ന. എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിൽ ഈ രണ്ട് കണ്ണും അവിടുന്ന് ഒരു പെങ്കൊച്ചെന്നെ നോക്കി, ഞാൻ അവിടുന്ന് ഒരു പെങ്കൊച്ചനെ നോക്കിയാൽ ഭൂമി അവസാനിക്കുന്നവരെ ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ വേറൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, എനിക്ക് പപ്പോണ്ട് എന്നെക്കാട്ടി ഫിസിക്സ് അറിയാവുന്നോണ്ട് ചോദിച്ചോ. ഒന്നാമത്തെ സാധനം, വലിയ മാസ് ഇല്ലല്ലോ കൺസിഡറബിളി മൂണിന്. അപ്പം എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ കറങ്ങുമ്പോൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ബി ടൈഡലി ലോക്ക്ഡ്. നാച്ചുറലി യെസ്. അല്ല, എനിക്ക് യെസ്, യു ആർ റൈറ്റ്. കാരണം എടാ ഇമ്പോസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വിരൽ ഇങ്ങനെ, ഇത് ഭൂമിയാ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. കാരണം ചന്ദ്രനും ഇങ്ങനെ കൂടെ കറങ്ങുക. തുടക്കത്തിൽ ഒരു പെർഫെക്റ്റ് സിംഫണി ആണെങ്കിൽ ഒരു 100 വർഷം കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു മൈക്രോസ്കോപ്പിക് ചേഞ്ച് വരുന്നില്ല, ഒരു പ്രശ്നവും വരുന്നില്ല. ടൈഡലി ലോക്ക്ഡ് എന്നാണ് വാക്ക് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ടൈഡലി കറക്റ്റ് അല്ലെങ്കിൽ ടൈഡലി കണ്ടിന്യൂസ്, ടൈഡലി അലൈൻഡ് എന്നല്ല. ദേ ആർ ലോക്ക്ഡ്. LOCKED. നമ്മൾ ഇതുവരെ മൂണിന്റെ അപ്പുറത്തെ സ്ഥലം കണ്ടിട്ടില്ല. മൂണിനെയും അപ്പുറത്തെ സ്ഥലം ഉണ്ടോന്ന് അറിയത്തില്ല. നാസ ISRO ഒക്കെ പോയെന്ന് പറഞ്ഞു. ഇനി മൂണൊരു എന്താ സർക്കിൾ അല്ല, ചുമ്മാ ഒരു വട്ടമാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് തെളിവില്ല. കാരണം നമുക്ക് അപ്പുറത്തെ സ്ഥലം ചിന്തിക്കാനോ കാണാനോ പറ്റില്ല. അങ്ങനെയാണ് വരുന്നത്. ഇനി അത് പോരാതെ ഈ മൂണിന്റെ സർക്കുലർ പാത്ത് ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റ് മൂൺ സർക്കുലർ പാത്താണ്. എന്ന് പറഞ്ഞാൽ വേറെ ഏത് ഒബ്ജക്റ്റ് ആണെങ്കിലും ഇറ്റ് വിൽ ഹാവ് എൻ ഓർബിറ്റ്. ഒരു ചെറിയൊരു വളവോ ഒരു എലിപ്റ്റിക്കലോ അല്ലെങ്കിൽ ഒരു കറങ്ങി വരുന്ന ഇതോ അങ്ങനെ മാത്രമേ ലോകത്തുള്ളൂ. ചന്ദ്രന് മാത്രം പെർഫെക്റ്റ് ഓർബിറ്റ് ആണ്. ഒരു വെലോസിറ്റി ചേഞ്ചും ഇല്ല, ഒരു വെലോസിറ്റി ചേഞ്ചും ഇല്ല, ഒരു ടൈഡലി സ്പീഡും മാറുന്നില്ല. കറക്റ്റ് ആയിട്ട് ഓർബിറ്റ് ബാക്കിയെല്ലാം ഇച്ചിരി ഇങ്ങനെ എലോങ്ങേറ്റഡ് ആവാം, അല്ലെങ്കിൽ ഒരു സൈഡിലോട്ട് ഇച്ചിരി ചരിഞ്ഞു കിടക്കാം. പക്ഷെ ദേ വിൽ റൊട്ടേറ്റ്. പക്ഷെ മൂൺ അങ്ങനല്ല, 360 ഡിഗ്രി കറക്റ്റ് വിത്ത് എ പെർഫെക്റ്റ് റേഡിയസ്. യെസ്, നമ്മൾ പടം വരച്ച കോമ്പസ് വെച്ച് അല്ലെങ്കിൽ പൊട്രാക്ടർ വെച്ചൊരു പടം വരച്ചാൽ എങ്ങനെ ഇരിക്കുക അതുപോലെ ഇരിക്കുക. മനസ്സിലായോ? വിത്ത് എ പെർഫെക്റ്റ് റേഡിയസ്. ഇനിയും അതുമല്ലാതെ വേറൊരു സാധനം എന്ന് വെച്ചാൽ മൂണിന്റെ സൈസ് എർത്തിന്റെ 25%. പക്ഷെ മൂണിന്റെ ഡെൻസിറ്റി ഈസ് 1% കമ്പയർഡ് ടു എർത്ത്. കമ്പയർഡ് ടു എർത്ത്.
That itself states hollow. യെസ്, അത് തന്നെ ഹോളോ ആണ്. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് അണ്ണന്മാർ അപ്പോളോയെ കൊണ്ടുപോയി 2-3 എണ്ണം കഴിഞ്ഞ് അടുത്ത 4 എണ്ണം ക്ലാസിഫൈ ചെയ്തു. അന്ന് സമയത്ത് 60-ലും 70-ലും ഒന്നും ക്ലാസിഫിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു ഇതൊക്കെ. കാരണം അപ്പുറത്തുള്ളവരെ കാണിക്കണം, ഞങ്ങൾക്ക് റഷ്യയെ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ വിടുന്നത്. അന്നൊക്കെ ഇത് കണ്ടുപിടുത്തമായി. പിന്നെ പതുക്കെ അങ്ങ് നിർത്തി. ഇത് വെളിയിൽ നിന്ന് ആരോ ഒന്ന് പടച്ചു വെച്ചിട്ട് പോയതാന്ന് അറിഞ്ഞപ്പോൾ പരിപാടി നിർത്തി. യാ, ഇനിയും ഒരു കോയിൻസിഡൻസും കൂടെ പറയാം. സൂര്യൻ ചന്ദ്രനിൽ നിന്ന് 400 ടൈംസ് എർത്തുമായിട്ടുള്ള ദൂരത്താണ് നിൽക്കുന്നത്. 400 ടൈംസ്. വെരി കോയിൻസിഡൻസിക്കലി, ആ വാക്കിലിക്കലി ചന്ദ്രന്റെ 400 ടൈംസ് ബിഗറും സൂര്യനായി. എക്സാക്ട്ലി 400. യാ, അതുകൊണ്ടാണ് ഇവിടെ പുനലൂർ ഒരു കണ്ടത്ത് നിൽക്കുന്ന പുനലൂർ ഒരു കണ്ടത്തിൽ നിൽക്കുന്ന ചന്ദ്രനും കൊല്ലം ജില്ലയിലെ വേറൊരു ജില്ലയിൽ നിൽക്കുന്ന സൂര്യനും കറക്റ്റ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരേ സൈസ് ആയിട്ട് തോന്നും. എക്ലിപ്സ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ സൂര്യഗ്രഹണം ഉണ്ടാവുന്നത് ചന്ദ്രനും സൂര്യനും ഒരേ സൈസായിട്ട് നമുക്ക് തോന്നുന്നതിന് കാരണം സൂര്യൻ 400 മടങ്ങ് ദൂരത്തും അതേപോലെ തന്നെ 400 മടങ്ങ് വലുതുമാണ്. അപ്പൊ ദൂരം കുറയുമ്പോൾ സൈസ് കുറയും. അങ്ങനെ കറക്റ്റ് ചന്ദ്രനുമായിട്ട് വരും. ഇത് ഇത്ര ഞാൻ ഇപ്പൊ പറഞ്ഞ എത്ര മിനിറ്റ് ആയടാ? നിയർലി 20 minutes. 51 minutes. ഓക്കെ, 51 minutes. 51 minutes ഓഫ് കോയിൻസിഡൻസ്. പോട്ടെ, 30 minutes ഓഫ് കോയിൻസിഡൻസ്. മിനിമം 45 minutes നമ്മൾ കോയിൻസിഡൻസ് ആണ് പറഞ്ഞത്. നിങ്ങൾ ഇത്രയും വീഡിയോ കേട്ട് നിങ്ങൾ പോവുക, എന്നെങ്കിലും നിങ്ങൾക്ക് ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാണ്, നിങ്ങൾക്ക് ഒരു വട്ടവും കൂടി ഈ വീഡിയോ വാച്ച് ചെയ്യാൻ പറ്റിയാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ലേ. ഇത് നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് അറിയുന്ന ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് ഈ ഇൻഫർമേഷൻ ഒന്നും കൂടെ തന്നാൽ യു ഗൈസ് വിൽ സ്റ്റാർട്ട് കണക്ട്. അപ്പം നിങ്ങൾക്ക് ഇൻഫർമേഷൻ അല്ല, അപ്പം അനാലിസിസ് നടക്കും അവിടെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഓ ദിസ് ഈസ് ടു വിയേർഡ്. 400 സൈസ്, ഓർബിറ്റ്, അത് ഇതെല്ലാം കൂടെ കോയിൻസിഡൻസ് ആവാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ 1970-ൽ 2 സോവിയറ്റ് സയൻറ്റിസ്റ്റുകൾ, ഞാൻ സ്പീഡ് കൂട്ടുകയാണ്, സോവിയറ്റ് സയൻറ്റിസ്റ്റുകൾ മിഖായേൽ വാസിനും അലക്സാണ്ടർ ഷെക്രാൻ ബാക്കോവ്, അവരുടെ പേര് ഞാൻ താഴെ കൊടുത്തേക്കാം, ചിസീന. അപ്പൊ മിഖായേൽ വാസിനും അലക്സാണ്ടർ മറ്റേ പുള്ളിയും SHCHERBAKOV, ഇവർ രണ്ടുപേരും 1970-ൽ സോവിയറ്റ് സയന്റിസ്റ്റ് ആണ്. ലുക്ക് ദം അപ്പ്. അവര് സൂപ്പർ ആളുകളാണ്. ഞാൻ അവരെ കുറച്ച് ഉച്ചി പഠിച്ചു. അപ്പൊ അവര് പറയുന്നത് 1970-ൽ അവര് ഇപ്പൊ നാസ ഉള്ളതുപോലെ അവർക്ക് പ്രസ്താവന ഉണ്ടല്ലോ, അവര് ഡിക്ലെയർ ചെയ്തു. റഷ്യൻ സ്പേസ് ഏജൻസി അടിപൊളി, സോവിയറ്റ് സ്പേസ് ഏജൻസി. അവര് 2 കാര്യങ്ങളാണ് ഡിക്ലെയർ ചെയ്തത്. And they were one of the leading scientists. പേപ്പർ തുടങ്ങുന്നത് എങ്ങനെയാ? We know this will be taken as the most craziest idea ever, but will be proven to be the most simplest one hidden from humanity. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് മുഴുവട്ടായിട്ട് തോന്നാം, പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും എല്ലാവർക്കും അറിയാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു ചെറിയ സാധനം മനുഷ്യരാശിയിൽ നിന്ന് എന്തിനു മറച്ചു വെച്ചു എന്ന്. എന്നിട്ട് താഴെ 2 പോയിന്റാണ് അവർ കൊടുത്തേക്കുന്നത്. മൂൺ ഈസ് ഹോളോ, 2 മൂൺ ഈസ് ആർട്ടിഫിഷ്യൽ. ദിസ് കെയിം ഫ്രം ദി സോവിയറ്റ് സ്പേസ് ഏജൻസി. ഇതൊന്നും നിങ്ങൾ കാണാൻ പാടില്ല, ഞാൻ കാണാൻ പാടില്ല. നിങ്ങളിത് സെർച്ച് ചെയ്യുക. 1970 മിഖായേൽ വാസിൻ, അലക്സാണ്ടർ ഷെക്ബ്രാക്കോവ്. നിങ്ങൾ 1970 സെർച്ച് ചെയ്ത് നോക്കുക. മൂൺ ഈസ് ഹോളോ ആൻഡ് മൂൺ ഈസ് ആർട്ടിഫിഷ്യൽ എന്നാണ് സയൻറ്റിസ്റ്റുമാർ പറഞ്ഞേക്കുന്നത് 50-60 years ago. സയൻറ്റിസ്റ്റുമാർ പറഞ്ഞേക്കുക. അത് കഴിഞ്ഞിട്ട് പോട്ടെ, നമ്മൾ ഇത്രയും നേരം ഏൻഷ്യന്റ് ഹിസ്റ്റോറിക്കൽ എവിഡൻസസ് ഉണ്ടോ? ബിക്കോസ് ഐ ബിലീവ് മോർ ഇൻ ദാറ്റ്. ഏൻഷ്യന്റ് ഹിസ്റ്റോറിക്കൽ എവിഡൻസുകൾ നമ്മൾ പോകുന്നുണ്ട്. അതിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇത്രയും നേരം കോയിൻസിഡൻസസ് പറഞ്ഞു. നമ്മൾ ഇനിയും കുറച്ച് നേരം നമുക്ക് വേണമെങ്കിൽ പണ്ട് ജീവിച്ചിരുന്ന മനുഷ്യരുണ്ടായിരുന്നല്ലോ, നമ്മളെപ്പോഴും പറയുന്ന ആളുകൾ, നമ്മളുടെ ചാനലിന്റെ സോള്, അവരെന്ത് പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. അവരെന്ത് പറഞ്ഞു? അവരിച്ചിരി ഉത്തരവാണ് എനിക്ക് കേൾക്കേണ്ടത്. അവരിച്ചിരി സീൻ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ അവരെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വേറെ കുറച്ച് വീഡിയോ ഉണ്ടാകും. അവരാണ് ഇവര്. അതിനകത്ത് ഹിന്ദു മിതോളജി വേദാസിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. എനിക്ക് അടുത്ത ചന്ദ്രനെ പറ്റി എഴുതി വെച്ചേക്കുന്നത്
വായിച്ചിട്ട് കൊതിയായി ഇത് തീർന്നു പോകരുതേ എന്ന്. ഒരിക്കലും തീരൂല, ലക്ഷക്കണക്കിന് ബുക്കുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് വേറെ ചില മിത്തോളജീസിൽ നിന്ന് തുടങ്ങാം. പല ഏൻഷ്യൻ കൾച്ചറിലും മൂണിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ പ്രീ ഹിസ്റ്റോറിക് കൾച്ചറിൽ ചെല്ലുമ്പോൾ ആകാശത്തിനെ പറ്റിയും സൂര്യനെ പറ്റിയും മേഘത്തിനെ പറ്റിയും പറയുന്നുണ്ട്. പക്ഷേ ചന്ദ്രനെ പറ്റി പറയുന്നില്ല. ഞാൻ ഇത് കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഈ കേവ് പെയിന്റിങ്സും ഈ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തുവാണെങ്കിൽ സൂര്യനുണ്ട്. നമ്മുടെ ഈജിപ്ഷ്യനില നമ്മുടെ കോൺസ്റ്റലേഷനെ വരെ പക്കായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ there is no evidence of moon. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സൂര്യനെ കാട്ടിയിട്ടുണ്ട്, കോൺസ്റ്റലേഷൻസ് ഉണ്ട്, ഗ്രഹണങ്ങളുണ്ട്, എക്ലിപ്സ്, എന്തൊക്കെയോ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ചന്ദ്രനെ അവർ കാണിക്കുന്നില്ല, പറയുന്നില്ല, അവർക്ക് അറിയത്തില്ല. കാരണം അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റാർ മാപ്സ് അവർ വരച്ചു വെച്ചിട്ട് ചന്ദ്രനെ മിസ് ചെയ്യാന്ന് വെച്ചാൽ അതും ഒരു കോയിൻസിഡൻസ്, ടു മെനി കോയിൻസിഡൻസസ്. എന്നിട്ട് ഇത് ബാക്കിലോട്ട് നമ്മൾ പോകുന്തോറും നമുക്ക് ചന്ദ്രൻ ഇല്ലാതായി വരിക. സ്റ്റോറീസിലോ കൾച്ചറിലോ അതെ വരുന്നില്ല. അപ്പോൾ റോമൻ ഓതേഴ്സും ഗ്രീക്ക് ഓതേഴ്സും ഒക്കെ ഒരു കൾച്ചറിനെ പറ്റി എഴുതിയിട്ടുണ്ട്. പ്രോസെലീനസ്, PROSCLENES. പ്രോസെലീനസ് എന്ന് പറയുന്ന ജീവിച്ചിരുന്ന ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രീ ഹിസ്റ്റോറിക് ആളുകൾ. അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ മറ്റേ ഐഫോൺ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ദേ വർ ഹൈലി അഡ്വാൻസ്ഡ്. ദേ ന്യൂ ഹൗ എർത്ത് വർക്ക്, ഹാർനസ് എനർജി, അവർക്ക് അഗ്രികൾച്ചർ, അവർക്ക് ആസ്ട്രോണമി, അവർക്ക് ഈതർ എനർജി, ഇതെല്ലാം അറിയാവുന്ന ആളുകളാണ്. അപ്പം അവർ അർക്കേഡിയ എന്ന് പറയുന്ന ഒരു മിത്തോളജിക്കൽ ലാൻഡിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അർക്കേഡിയ. ആ അർക്കേഡിയയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട്, അവർ വരുന്നത് ഞങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ഇവിടെ ജീവിച്ചിരുന്ന കാലം എന്ന് പറയും. ഇങ്ങനെയാണ് അവരുടെ കഥ തുടങ്ങുന്നത്. അവർ ആൻസിസ്റ്റേഴ്സ് വെയർ ഹിയർ ഈവൻ ബിഫോർ ദെയർ വാസ് ദ മൂൺ ആൻഡ് ദി ഹെവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂണും ഹെവൻസും, ഹെവൻസ് എന്ന് പറയുന്നത് സ്റ്റാർ ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയത്തില്ല. മൂണും ഹെവൻസും, എസ് ആണ് ഹെവൻസിന് ഉപയോഗിച്ചേക്കുന്നത്, പ്ലൂറലാണ്. ഇതൊക്കെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. മൂണും ഹെവൻസും വരുന്നതിന് മുന്നേ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു, ആൻസിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് വന്നത് ഗ്രീക്ക്, റോമൻ ആ ഒരു സ്ഥലത്താണ്, ഈ അർക്കേഡിയ എന്നൊക്കെ പറയുന്നത്. ഇനി ലോകത്തിന്റെ അപ്പുറത്തെ സൈഡ് എടുത്തു കഴിഞ്ഞാൽ എവിടെയാ, ബൊളീവിയ, ആ സൈഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ വേറൊരു ഇതുപോലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ടിവിനാക്ക എന്നാണ് പറയുന്നത്, TIWINAKA. ബൊളീവിയൻ ആൻസിസ്ട്രൽ ഹ്യൂമൻസ് ആയിരുന്നു. അവർക്ക് സ്റ്റാർ മാപ്സും ഇതുപോലെ സെഞ്ച്വറീസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കലണ്ടേഴ്സും ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവര് പറയുന്ന കഥകളിൽ ടൈം ബിഫോർ മൂണിനെ പറ്റി ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ പറയത്തില്ലേ വേൾഡ് വാർ 2 മുന്നേ നമ്മൾ ഇറ്റലിയിൽ ഇതുണ്ടായിരുന്നു എന്നൊക്കെ. അതുപോലെ ചന്ദ്രൻ വരുന്നതിന് മുന്നേ ഇവിടെ ഭയങ്കര കാര്യങ്ങളായിരുന്നു, അങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ഇവർ പറയുന്നത് മൂണിനെ ഇവിടെ കൊണ്ടുവന്നതാണ്. മൂൺ വന്നിട്ട് ഇവിടെ ഏകദേശം 13,000 അല്ലെങ്കിൽ 17,000 വർഷങ്ങളെ ആവുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ഈ പറയുന്ന സമയം എന്ന് പറഞ്ഞാൽ വേറൊരു സമയമായിട്ട് ഭയങ്കര കോയിൻസിഡൻസ് ഉള്ള സ്ഥലമാണ്. ഇത് എങ്ങഡ്രയാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എങ്ങഡ്രയാസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം വന്നു എന്ന് ലാസ്റ്റ് ഇയർ 2022-24 മെയിൻ സ്ട്രീം സയൻസ് നമ്മൾ പഠിക്കുന്ന NCERT മുഴുക്കെ അടുത്ത എന്താ പറയുന്നത് അക്കാഡമിക് ഇയറിലോട്ട് കൊണ്ടുവരാൻ നോക്കുന്ന ഒരു സാധനമാണ് എങ്ങഡ്രയാസ് എന്ന് പറഞ്ഞാൽ 13,000 വർഷങ്ങൾക്ക് മുന്നേ ലോകം മുഴുവൻ ഒരു ഫ്ലഡ് വന്ന് കറ്റാസ്ട്രോഫി വന്ന് 99% മനുഷ്യരും മരിച്ചുപോയി. അതിനകത്ത് ഒരു ജീൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ, ഹോമോസേപ്പിയൻസ് എന്നാണ് പറയുന്നത്, ബൈബിളിലെ സ്റ്റോറി. ലോകത്തിലെ എല്ലാ നെഫിലിംസിനെയും കൊന്നു, മനുഷ്യപുത്രനായ ആദമല്ല നോവയെ മാത്രം കൊണ്ടുവന്നു. ഹിന്ദുവിനകത്ത് നോവയ്ക്ക് പകരം മനു. ഇതിനെപ്പറ്റി ഒരു എപ്പിസോഡ് ഉഷ്ണപിത്നം, ഇതിനെപ്പറ്റി 40 ഫ്ലഡ് മിത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ തന്നെ ചാനലിലുണ്ട്, അത് പോയി കണ്ടോ. അത് നൈസ് ചാനല, അല്ല നൈസ് വീഡിയോ. അപ്പോൾ ഈ എങ്ങഡ്രയാസ് വന്ന സമയത്താണ് മൂൺ വന്ന്, അപ്പോഴാണ് എങ്ങഡ്രയാസ് വന്നതെന്നൊക്കെ ബൊളീവിയയിലെ ടിവിനാക്കക്കാർ പറയുന്നത്. എന്നിട്ട് അതങ്ങ് മിസ്റ്ററി ആയിട്ട് പോയി. അത് കഴിഞ്ഞ് നമുക്കിനി വേറൊരു കോണ്ടിനെന്റിലോട്ട് പോവാം, ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ
സൂലു ലെജൻസ് എന്ന് പറയുന്നത്, സൂലു എന്ന് പറയുന്നത് ZULU ലെജൻസ് എന്ന് പറയുന്ന പണ്ട് ജീവിച്ചിരുന്ന എന്താ നമ്മളിപ്പം ഇവിടെ ഉള്ളവർ പറയത്തില്ലേ ദ്രവീഡിയൻസ് അല്ലെങ്കിൽ നമ്മൾ കുമാരികാണ്ഡത്തിലെ ആളുകൾ എന്നൊക്കെ, അതുപോലെ ആഫ്രിക്കയിലെ സൂലു ആളുകൾ ജീവിച്ചിരുന്ന അവർക്ക് ലെജൻഡ് ഉണ്ടായിരുന്നു. അവരുടെ ലെജൻഡ് എന്താ പറയുന്നത് അറിയാമോ? സൂലു ആളുകൾ പറയുന്നത് ദ മൂൺ ഇസ് ഹോളോ, മൂൺ പൊള്ളയാണെന്നും അതിനകത്തെ മൂണെന്ന് പറയുന്ന പഴത്തിനകത്തൊന്നുമില്ലെന്നും അതിനകത്ത് ഒരു കുഴിവില്ലാത്ത പഴമാണെന്നുമാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നുമില്ല, എന്നിട്ട് അതിനകത്ത് ജീവിക്കുന്നത് റെപ്റ്റൈൽസ് ആണെന്ന്. അണ്ടർഗ്രൗണ്ടിൽ മാത്രം ജീവിക്കാൻ പറ്റുന്ന, സൂര്യപ്രകാശം എടുക്കാൻ പറ്റാത്ത, വേറെ ദൂര ലോകത്തു നിന്ന് വന്ന് ഭൂമി കീഴടക്കാൻ വേണ്ടി വന്നിട്ട് കിട്ടാതെ, ഭൂമിയിലെ കറ്റാസ്ട്രോഫി സഹിക്കാൻ വയ്യാതെ അവർ ചന്ദ്രനിൽ പോയി അതിൻ്റെ അകത്ത് ജീവിക്കുകയാണെന്നാണ്. വെറും റാൻഡം ബുൾഷിറ്റ് കഥയാണ്. പക്ഷേ മൂൺ ഹോളോ ആണെന്ന് പറയുന്നുണ്ട്. മൂണിനകത്തൊരു റെപ്റ്റൈൽസ് എന്നാ പറയുന്നത്, പാമ്പ് വർഗ്ഗക്കാരെന്നാ പറയുന്നത്, നാഗാസ് അല്ലെങ്കിൽ സെറാഫുകൾ എന്നാ പറയുന്നത്. അതിനകത്ത് ജീവിക്കുകയാണ്. എന്തുകൊണ്ടാണ്? സൂര്യപ്രകാശം അവർക്ക് പറ്റാത്തത് കൊണ്ടാണ് അതിനടിയിൽ ജീവിക്കുന്നതും. എന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള സൂര്യനില്ലാത്ത സ്ഥലത്തും അവരുണ്ടെന്നാ പറയുന്നത്. ദ ഡാർക്ക് സൈഡ് ഓഫ് ദ മൂൺ. മനസ്സിലായോ? അങ്ങനെ പറയുന്നതാണ് സൂലു ആളുകൾ. എന്നിട്ട് സൂലു ആളുകൾ എന്താ പറയുന്നത്? മൂണിനെ ഇങ്ങോട്ട് ഭൂമിയിലേക്ക് കൊണ്ടുവന്നതാണ്, ദൂരെ നിന്ന് ഇവർ കൊണ്ടുവന്നതാണെന്നും, കൊണ്ടുവന്നത് 2 കിങ്സ്, ബ്രദേഴ്സ് ആയിട്ടുള്ള 2 കിങ്സ് ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളതെന്നുമാണ് പറയുന്നത്. റാൻഡം ഷിറ്റ് സ്റ്റോറിയാണ്. ബട്ട് 2 ബ്രദേഴ്സിനെ മൂൺ ഓർബിറ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഞാൻ നോക്കി വേറെ എവിടെയെങ്കിലും ഇത് പറയുന്നുണ്ടോ? 2 സ്പേസ് ഫെയറിംഗ് ആയിട്ടുള്ള 2 ബ്രദേഴ്സ് ഒരു സാറ്റലൈറ്റുമായിട്ട് ഗാലക്സികൾ ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ പ്ലാനറ്റ്സ് ക്രോസ് ചെയ്ത് ഭൂമിയിൽ വന്നൊരു കഥയുണ്ട്. എൻകി ആൻഡ് എൻലിൽ ഗോൾഡ് മൈൻ ചെയ്യാനായിട്ട് വന്നിട്ട് സൂര്യപ്രകാശവും ഗ്രാവിറ്റിയും പറ്റാതെ മൂണിൽ പോയി ബേസ് അടിച്ച 2 ബ്രദേഴ്സ്. മനസ്സിലായോ? അനുനാക്കി എന്ന് പറഞ്ഞാൽ അനുവിന്റെ മക്കൾ. അനു എന്ന് പറയുന്ന രാജാവിന്റെ മക്കളാണ് എൻകിയും എൻലിലും. ബ്രദേഴ്സാണ്, 2 രാജാക്കന്മാരാണ്. അവര് വന്ന് ഭൂമിയിൽ വന്നിട്ട് നിൽക്കാൻ പറ്റാതെ ചന്ദ്രനിൽ പോയി തമ്പടിച്ചു എന്നാണ് സുമേരിയൻ കഥ. അതെവിടെയാ? നമ്മളുടെ സുമർ, പേർഷ്യ, റഷ്യ, ഇറാൻ അവിടൊക്കെയാണ്. ഒരു ഒബ്ജക്റ്റിന്റെ അകം ഡെൻസിറ്റി ഇല്ലാതെ ഭയങ്കര ലോവർ ഡെൻസിറ്റി ആവണമെന്ന് വെച്ചോ. ദാറ്റ് മീൻസ് അവിടെ റിലേറ്റീവ്ലി മാസും ഗ്രാവിറ്റിയും ഭയങ്കര കുറവായിരിക്കില്ലേ? നെസസറിലി ആവണമെന്നില്ല. കാരണം മൂണിന്റെ സർഫസ് ഫുള്ള് ടൈറ്റാനിയവും കാര്യങ്ങളും ഒക്കെയാണ്. ഓക്കെ, എന്നാലും അതിന്റെ അകത്ത് ഡെഫിനറ്റ്ലി മാസ് കുറവാണ്. സോ their perception of time will be very different from ours. Of course. ചിലപ്പം നമ്മള് ഇന്റർസ്റ്റെല്ലാറിൽ പോകത്തില്ലേ, നമ്മുടെ ഒരു ഇയർ അവിടേക്ക് 1 മണിക്കൂറായിരിക്കും ആവാം. അവര് ഇങ്ങോട്ട് വരാൻ 100 അല്ലെങ്കിൽ 10 വർഷം വെയിറ്റ് ചെയ്തിട്ട് താഴോട്ട് പോകാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് 10,000 വർഷം ജസ്റ്റ് പോസ്റ്റുലേഷൻസ് ആണ്. അതുപോലെ ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാവാം. അപ്പോൾ ഈ ഗോഡ്സ് ആണ്, ഈ വന്ന 2 പേരാണ് മാൻകൈൻഡ് ക്രിയേറ്റ് ചെയ്തതെന്നും നമ്മുടെ സൂലു ലെജൻസിലുണ്ട്. ഈ വന്ന റെപ്റ്റൈൽസ് ആണ് മനുഷ്യനെ ഉണ്ടാക്കിയെന്ന്. അനുനാക്കികൾ എന്തോ ചെയ്യുന്നത്? വന്നിട്ട് അവർക്ക് ജോലി ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് 2 കാലിൽ നടക്കാൻ പറ്റുന്നതും ബാക്കി 2 ലിംബുകൾ കൊണ്ട് അരിയും മണലും അല്ലെങ്കിൽ കല്ലും പാറയും ക്യാരി ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരേ ഒരു സ്പീഷീസേ ഈ ഭൂമിയിലുള്ളൂ. കുരങ്ങ്. 2 കാലിൽ നടക്കാനും 2 കാലിൽ സാധനം എടുത്തു അവിടെ കൊണ്ടുപോയി ഇടാന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് വെക്കും. ഒരു സിംഹത്തിനോട് നമുക്ക് എടാ അവിടുന്ന് ആ പാറ 5 എടുത്ത് അങ്ങോട്ട് വെക്കാൻ പറഞ്ഞാൽ പറ്റത്തില്ല. ഫിസിക്കലി ഇമ്പോസിബിൾ. ലോകത്ത് ലേബർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ജീവി കുരങ്ങ നമുക്കറിയാവുന്ന. അതെ, നമുക്കറിയാവുന്ന. അതിനെ മാത്രം എടുത്ത് DNA മാനിപ്പുലേഷൻ നടത്തി എന്ന് പറയുന്നതാണ് സുമേരിയൻ പാന്തിയോൺസിന്റെ കഥ. This is written in an entirely different continent. This is written in an entirely different continent. ഇത് വേറൊരു കോണ്ടിനെന്റിലാണ്. അതും ക്യൂനിയ ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. പറഞ്ഞാൽ പാറയ്ക്കകത്ത് കൊത്തി വെച്ചേക്കുന്ന കഥകളാണ്. ആൻഡ് ഇത് ഡേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ 20,000 10,000 അപ്പുറമാണ്. നമ്മുടെ മോഡേൺ സയൻസ് എത്ര വൈറ്റ് വാഷ് അടിക്കാൻ നോക്കിയിട്ട് അവർ പറയുന്നത് 10,000 8,000. അപ്പം തന്നെ ആലോചിക്കുക, ഇത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ അപ്പുറം വേണമെങ്കിൽ പോവാം. അപ്പോൾ ഇങ്ങനെ പോയ സൂലു ലെജൻസിന്റെ കഥയിൽ
സമയമായോ? പറഞ്ഞുതരാം, 5 മിനിറ്റ് കൂടെ ഉണ്ട്. സൂലു ലെജൻസിന്റെ കഥയിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. സൂലു പറയുന്നത് ഗോഡ്സ് വന്ന് ക്രിയേറ്റ് ചെയ്തു ഇതെല്ലാം പറഞ്ഞിട്ട് സൂലു പറയുന്നത് ഞങ്ങളുടെ ഭൂമിയിൽ ചന്ദ്രൻ വരുന്നതിന് മുന്നേ വരെ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു എന്ന് പറഞ്ഞ കഥ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ വന്നു കഴിഞ്ഞിട്ടും വരുന്നതിന് മുന്നേ ഉള്ള കഥയാണ്. ദിസ് ഈസ് ഹാപ്പനിങ് മേ ബി 15,000, 20,000, 30,000 അല്ലെങ്കിൽ പറഞ്ഞ പോലെ 13,000 എന്ത് വേണമെങ്കിലും ആവാം. അവർ എഴുതി വെച്ചേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ മൂൺ വരുന്നതിന് മുന്നേ സീസൺസ് ഇല്ലായിരുന്നു. ക്ലൈമറ്റ് ഭയങ്കര ഹാർഷായിരുന്നു. ഹ്യൂറിക്കെയിൻസ്, പിന്നെ സുനാമികൾ, വോൾക്കാനിക് ഇറപ്ഷൻസ്, എർത്ത് കേക്ക്, ഇതെല്ലാം എപ്പോഴും വരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഒരു വെള്ള ഫോഗായിരുന്നു, മേഘമായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സൂര്യനെ നമ്മൾ നേരെ നോക്കിയാൽ സൂര്യൻ ഉണ്ടെന്നേ അറിയാൻ പറ്റൂ, അത് വട്ടമാണെന്ന് ഒന്നും അറിയാൻ പറ്റും, ഒരു ലൈറ്റ്. കാരണം അത്ര തിക്ക് ഫോഗായിരുന്നു, വാട്ടർ വേപ്പർ. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ റാൻഡം കാറ്റാസ്ട്രോഫീസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴത്തേക്കും എന്താ പറയുന്നത്, ഒരു ദിവസം ഈ 2 ബ്രദേഴ്സ് വന്ന് മൂണിനെ പ്ലേസ് ചെയ്യുന്നു. പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് ആദ്യം സംഭവിച്ചത് ഈ കുറേ വർഷങ്ങൾക്ക് അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ട് ഈ ലോകത്തിലെ ഈ ഫോഗ്, വാട്ടർ വേപ്പർ, ഇത് സൂലു ലെജൻസ് ആണ്, നിങ്ങൾക്ക് ഇത് വായിക്കാം, ഇതിന്റെ ട്രാൻസ്ക്രൈബ്ഡ് വേർഷൻ സൂലു ലെജൻസ് അബൌട്ട് ദി മൂൺ അടിച്ചു കൊടുത്താൽ മതി. 10,000 വർഷങ്ങൾക്ക് മുന്നേ എഴുതിയ കഥയാണ്. റാൻഡമാണ്, തെറ്റാണെന്ന് നിങ്ങൾ വിചാരിച്ചോ, എന്നാലും ഈ കഥ കേൾക്കുക. ഈ മൂൺ വന്ന് ഇവർ കൊണ്ടുവച്ചതിന് ശേഷം ഈ ഫോഗ് അല്ലെങ്കിൽ വേപ്പർ, ഈ മഞ്ഞപ്പാട, വെള്ളപ്പാട ഫുള്ള് പോയി. എന്നിട്ട് മഴയായി മാസങ്ങൾ വർഷങ്ങൾ പെയ്യാൻ തുടങ്ങി. അങ്ങനെ പെയ്താണ് ലോകത്തിലെ ഏറ്റവും വലിയ കാറ്റാസ്ട്രോഫി ഉണ്ടാവുന്നത്, ദ യങ് ആൻഡ് റയസ്. എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ നിന്ന് മഴ പെയ്യുക. ഇത് തന്നെയാണ് 13,000 വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ചെന്ന് മറ്റേ ടിവിനാക്കാരും പറയുന്നത്. മൂൺ വന്നതിന് ശേഷം ഇത് സംഭവിച്ചു. ഇത് തന്നെയാണ് ഇവരും പറയുന്നത് കുറച്ചുകൂടെ ഡെപ്തിൽ. എങ്ങനെ ഇത് മൂൺ വന്നാൽ എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുമ്പം, മൂൺ വന്നു, സംതിങ് ഹാപ്പൻഡ് വിത്ത് ഗ്രാവിറ്റി, ക്ലൗഡ്സ് എല്ലാം മെൽറ്റ് ചെയ്തു, ഫുള്ള് വർഷങ്ങളോളം മഴ പെയ്തു, ലോകം മുങ്ങി. എന്നിട്ട് ഇത് കുറച്ചുകൂടെ വെരിഫൈ ചെയ്യാൻ വേണ്ടി വേറെ കുറച്ച് കാര്യങ്ങളൂടെ സംഭവിച്ചു. അത് കഴിഞ്ഞ് സുലൂക്കാർ എഴുതി വെച്ചേക്കുന്നതാണ്, ഇത് കഴിഞ്ഞാണ് 4-5 സീസൺ വന്നു തുടങ്ങി. ഓരോ സമയവും ഓരോ സീസൺസ് ആയി തുടങ്ങി. കൊടുങ്കാറ്റ്, സുനാമി, എർത്ത് കേക്കുകളെല്ലാം നിന്നു. ക്ലൈമറ്റ് ബിക്കം ഫേവറബിൾ. കടലിൽ തിരമാലകൾ വന്നു തുടങ്ങി, ടൈറ്റ്സ് വന്നു തുടങ്ങി. അത് എന്ന് വെച്ചാൽ അവർ മൂണിൻ്റെ ചാപ്റ്ററിൽ തന്നെയാണ് ഈ 3 കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ ക്ലൈമറ്റ്, ടൈറ്റ്സ്, ലോ ടൈഡ്, ഹൈ ടൈഡ്, പിന്നെ അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ, ഈ സീസൺസ്, ഇത് 3ഉം ഉണ്ടാവുന്നത് ചന്ദ്രൻ കാരണമാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് 100 വർഷം ആവുന്നുള്ളൂ. കാരണം ചന്ദ്രന്റെ കറക്കം അനുസരിച്ചാണ് സീസൺസ് ഉണ്ടാവുന്നത്. ഈ നമ്മളുടെ സൂര്യന്റെ അടുത്തൂടെ പോകുമ്പോഴും ചന്ദ്രന്റെ ഗ്രാവിറ്റി മാറുമ്പോഴാണ് സീസൺസ്, ലോ ടൈഡ്, ഹൈ ടൈഡ്, ഇതെല്ലാം മാറുന്നത്. ഈ സാധനം 10,000 വർഷങ്ങൾക്ക് മുന്നേ ഒരു ബുക്കിൽ എഴുതി വെച്ചേക്കുക. മനസ്സിലായോ? അപ്പം ഇവർക്ക് ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റി? ഇവർക്ക് ഇത് കണക്ട് ചെയ്യണമെങ്കിൽ ഇവരിത് അനുഭവിക്കാതെ ഇവർക്കത് എഴുതാൻ പറ്റില്ല. കാരണം ഈ നമ്മൾ എത്ര പറഞ്ഞാലും ഈ ഒരു കാറ്റഗറിയിൽ ജീവിച്ച ആളുകൾ ഇൻഫർമേഷൻ താഴോട്ട് പാസ് ചെയ്ത് വിട്ടതിനകത്ത് ലക്ഷക്കണക്കിന് കാര്യങ്ങൾ അവർക്ക് പാസ് ചെയ്യാം. പക്ഷെ നമുക്ക് 5-10 ബുക്കുകളോ കാര്യങ്ങളോ ഇവിടെ എത്തുന്നുള്ളൂ. അതിനകത്ത് അവർ പ്രിസർവ് ചെയ്ത് വെച്ച സത്യങ്ങളാണിത്. അവര് മരിച്ചാലും എൻ്റെ അടുത്ത തലമുറ ഇത് അറിയണം. അങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. ഒരു 2 മിനിറ്റ് കൂടെ വേണം. അത് കഴിഞ്ഞിട്ട് എന്നാ പിന്നെ ടൈ ബ്രേക്കർ ബാക്കി നെക്സ്റ്റ് എപ്പിസോഡിൽ. അടുത്ത എപ്പിസോഡിനകത്ത് വരുന്നത്, നമ്മൾ ഇത്ര നേരം മൂണിനെ പറ്റി പറഞ്ഞു, മൂണിന്റെ എവിഡൻസസ്, കോയിൻസിഡൻസസ്, എന്തോരം മറ്റേ വാക്ക്, അനോമലീസ്, അബ്നോർമാലിറ്റീസ് ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സയന്റിസ്റ്റിന്റെയും കുറച്ച് കാര്യങ്ങളും പോയി. അടുത്ത വട്ടം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ ഖുറാൻ, ദ ബൈബിൾ ആൻഡ് ദി ഗീത ആൻഡ് ദി വേദാസ്. ചന്ദ്രൻ എങ്ങനെ ഉണ്ടായി, ചന്ദ്രനെ എവിടുന്ന് വന്നു, ചന്ദ്രനെ ആര് കൊണ്ടുവന്നു, അനു എൻകി എന്നൊക്കെ പറയുന്നത് നമുക്കറിയാവുന്ന ചില പേരുകളായിട്ട് ഇവിടെ അറിയാവുന്ന ആളുകളാണ്. എവിടുന്ന് എങ്ങനെ വന്നു എന്നൊക്കെ അറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡിൽ വെയിറ്റ് ചെയ്യുക.
1 hour ആയി, ബാറ്ററി തീരും, നമുക്ക് പണി കിട്ടും, അതുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. So guys, it's Sri here. കണ്ടവരൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എങ്ങനെ പോകണം അടുത്ത എപ്പിസോഡിന് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളുക, കാരണം വി ക്യാൻ ടൈലർ. അതേപോലെ ഗൈസ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, ലിങ്ക് ഇട്ടേക്കാം. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഒരു ആൾ എനിക്ക് മെസ്സേജ് അയച്ചു, കമ്മ്യൂണിറ്റിയിൽ വന്നു, ഭയങ്കര പ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ കൂട്ട് ഫാമിംഗ് തുടങ്ങാൻ വന്നതാണ്, എനിക്ക് ഇതുപോലെ പീസ്ഫുൾ ലൈഫാണ് ആവശ്യം എന്ന് പറഞ്ഞ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തു. വിത്തിൻ 20 minutes പുള്ളിക്കാരിക്ക് ഇറങ്ങേണ്ടി വന്നു. കാരണം പച്ച അപരാധം അവിടെ നടക്കുന്നത് പറയുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, അവരുടെ കമ്മ്യൂണിറ്റി ഈസ് എ ഫ്രീ കമ്മ്യൂണിറ്റി, ആർക്കും എന്തും പറയാം, ആസ് ലോങ് ആസ് വി ഡോണ്ട് ഡിസ്കസ് ഫോർബിഡൻ തിങ്സ്. ഫോർബിഡൻ തിങ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, വേറൊരാളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ മതമൊക്കെ ബാക്കി ആരെയാളെ ദ്രോഹിക്കാതെ അതെ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഇപ്പം കമ്മ്യൂണിറ്റിയിൽ തീരെ പറ്റുന്നില്ല എങ്കിൽ വി ആർ ഗോണ സ്റ്റാർട്ട് എ ന്യൂ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റി അല്ല, വേറൊരു ഗ്രൂപ്പ്. നമുക്ക് വെൽക്കം എവരി വൺ ഉള്ള പോലെ നമുക്ക് വേറൊരു ഗ്രൂപ്പ് കൂടെ തുടങ്ങാം. അവിടെ വന്ന് അടി ഉണ്ടാക്കണം, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇന്ന് പഴം കൊള്ളാമോ, എന്താണ് വയറുവേദന വന്നാൽ എന്ത് കഴിക്കും, അല്ലെങ്കിൽ തലവേദന മാറ്റാൻ നെല്ലിക്ക നല്ലതാണ്, ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ നമുക്കൊരു ഗ്രൂപ്പ് കൂടെ തുടങ്ങാം. അതിലേക്ക് എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. അവിടെ വന്നിട്ട് അടി ഉണ്ടാക്കരുത്, വെടിവെക്കാൻ നിങ്ങൾക്ക് വെൽക്കം എവരി വൺ. ഇവിടെ Sri here. ബൈ ഗൈസ്.